الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم حق الجار على الجار كحرمة أمه. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. ആദരണീയനും ബഹുമാന്യനുമായ ബഹുമാനപ്പെട്ട മമ്മൂട്ടി മുസ്ലിയാർ അവറുകളെ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുള്ള ഫൈസി അൽ ഇർഫാനി അവറുകളെ, ബഹുമാന്യനായ ബഷീർ മാസ്റ്റർ, ബഹുമാനപ്പെട്ട പോക്കർ മൗലവി തുടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടി കേൾക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ 7ാമത്തെ ദിവസമായി ഇന്ന് നല്ല അയൽവാസി എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവനും പടക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ്, ഒരു ശരീരത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിങ്ങനെയാണ് പറയുന്നത്: യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ
ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു, അവനിലുള്ള വിശ്വാസം, അവന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. എങ്ങനത്തെ അള്ളാഹുവാണ്? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരൊറ്റ തടിയിൽ നിന്ന് നിങ്ങളെ പടച്ചു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അതിന് അള്ളാഹു പറയുന്നത് അവൻ ആരാണ്? ഒരു തടിയിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പടച്ചവനാണ്. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരു തടിയിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും പടച്ചു. അഥവാ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ല് കൊണ്ട് ആദ്യത്തെ ഇണയായ ഹവ്വാവിനെയും പടച്ചു. ഇത് ഖുർആൻ പറയും. അതുകൊണ്ട് ഒരൊറ്റ നഫ്സിൽ നിന്ന്, ഒരൊറ്റ ശരീഅത്തിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും പടച്ച അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദമിന്റെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്, ആദമാവട്ടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവരുമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തും ഒരു ഹദീസും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവനും ഒരൊറ്റ തടിയിൽ നിന്ന് പടച്ചു. അതുകൊണ്ട് ഒരൊറ്റ പിതാവിന്റെ മക്കളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു താല്പര്യപ്പെടുന്നത് ഒരു പിതാവിന്റെ മക്കളെ പോലെ തന്നെ നിങ്ങൾ ജീവിക്കണം. ഈ ലോകത്തുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പിതാവ് ആദമാണ്, നിങ്ങളുടെ മാതാവ് ഹവ്വയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടേതും അത് തന്നെയാണ്. മുസ്ലിമായാലും ശരി, അമുസ്ലിമായാലും ശരി, ജൂതനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ഹൈന്ദവനാവട്ടെ, ആദിവാസികളാവട്ടെ, നഗരവാസികളാവട്ടെ, ആരാണെങ്കിലും എല്ലാവരുടെയും പിതാവ് ആദമാണ്. അതുകൊണ്ട് ഒരാൾ തറവാടിന്റെ പേരിലും മറ്റുമൊന്നും പോരിശ പറയണ്ട. എല്ലാവരുടെയും പിതാവ് ഒന്നാണ്, എല്ലാവരുടെയും മാതാവ് ഒന്നാണ്. ഇതിൽ സത്യവിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മനുഷ്യന് കുരങ്ങിൽ നിന്നുണ്ടായതല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിവർത്തനം ഒന്നുണ്ടായതുമല്ല. ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പടച്ചു. എല്ലാവരുടെയും മാതാവും പിതാവും ഒന്നാണ്. അതുകൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിങ്ങൾ ജീവിക്കണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ താല്പര്യം അതാണ്. അതിനാണ് ഒരു പിതാവിൽ നിന്ന്, ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു പടച്ചത്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ മുഴുവനും ഏകോദര സഹോദരങ്ങളാണ്. ഏകോദര സഹോദരങ്ങൾ, ഏക ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, ഒരൊറ്റ ഗർഭാശയത്തിൽ നിന്ന്. അതാണ് ഏകോദര സഹോദരങ്ങൾ. എല്ലാവരും ഏക ഉദരത്തിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്കിടയിലുള്ള ബന്ധം നന്നാക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാൻ അത് അനിവാര്യമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ നഫ്സിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പടക്കുക വഴി ഒരു പിതാവിന്റെ മക്കളായി ഒരുമയിലും സ്നേഹത്തിലും നിങ്ങൾ കഴിയണമെന്നതാണ് അള്ളാന്റെ താല്പര്യം. ആ താല്പര്യം നിലനിർത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അമിതമായ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ആ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർക്കൽ ഇസ്ലാമിൽ വമ്പിച്ച കുറ്റമാണ്. വൻദോഷങ്ങളൊക്കെ വരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകരുമ്പോഴാണ്. ഒരൊറ്റ മനുഷ്യരിൽ നിന്ന് പടക്കപ്പെട്ടവൻ അതുപോലെ തന്നെ ജീവിക്കണമെന്നതാണ് അള്ളാന്റെ താല്പര്യം. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. ഈ 5ഉം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ബന്ധം ഒരു മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ബന്ധം. പിന്നെ മുസ്ലിമും മുസ്ലിം അല്ലാത്ത ആളുകൾ മാനുഷികമായ ബന്ധം. അതിൽ തന്നെ കുടുംബ ബന്ധം വളരെ ശക്തമാകുന്നു. അയൽവാസി ബന്ധവും അതുപോലെ തന്നെ ശക്തമാകുന്നു. ഇങ്ങനെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം. ഒന്നാമത്തെ തന്നെ ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചെല്ലുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ഞങ്ങളുടെ സൃഷ്ടാവ് ഒന്ന്, ഞങ്ങളൊന്ന്. അതാണ് കലിമത്തു തൗഹീദ് ഉണ്ടാക്കുന്ന ഐക്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മന്ത്രധ്വനി ഉണ്ടാക്കുന്ന ഐക്യം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒരുവൻ മാത്രം, ആരാധനക്കർഹൻ പടച്ച തമ്പുരാൻ ഒരുവൻ മാത്രമാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ഞങ്ങളെ സൃഷ്ടാവൊന്ന്, ഞങ്ങളൊന്ന്. സൃഷ്ടാവൊന്ന്, ഞങ്ങളൊന്ന്. മനുഷ്യരൊക്കെ ഒന്നാണ്, ഒക്കെ ആദമിൽ നിന്ന് വന്നതാണ്. ഞങ്ങളെ സൃഷ്ടാവൊന്ന്, ഞങ്ങളൊന്ന്. ആ ഒന്ന് എന്നുള്ള ഏകത്വം, ഐക്യം കലിമത്തു തൗഹീദ് ഉണ്ടാകും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ആരാണോ പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവനാണ് നമ്മുടെ കൂട്ടത്തിൽ വലിയ ആൾ. അതാരാവട്ടെ, കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, അടിമയാവട്ടെ, തൊഴിലാളിയാവട്ടെ, പണക്കാരനാവട്ടെ, പണിക്കാരനാവട്ടെ, പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, ആരാണോ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നത് അവർക്കാണ് ദർജ, അവർക്കാണ് പദവി. മനുഷ്യരൊക്കെ ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളെ സൃഷ്ടാവൊന്ന്, ഞങ്ങളൊന്ന്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഒരാളെക്കാൾ പ്രത്യേകിച്ചൊരു സ്ഥാനവുമില്ല. എല്ലാവരും വിശ്വാസികൾ എന്ന നിലക്ക് ഒറ്റക്കെട്ടാണ്. ഒരാളെ ബേക്കോട്ട് നിർത്തി ഞാൻ മുന്നോട്ട് എന്ന് പറയാൻ. രണ്ടാമത്തത് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കലാണ്. ഈ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക വഴി ഞങ്ങളൊന്ന് എന്ന് പറയുന്ന ആ ഒരുമയെ ഒന്നും കൂടി ശക്തിപ്പെടുത്തിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന രൂപങ്ങൾ നോക്കൂ, പ്രാർത്ഥന നോക്കൂ. നിങ്ങൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥന എന്നാണ് അർത്ഥം. 5 നേരത്തെ പ്രാർത്ഥന, 5 നേരത്തെ നിസ്കാരം, സ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം പ്രാർത്ഥന. അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ എല്ലാവരെയും നേരായ മാർഗത്തിലാക്കണമേ. അതൊരു മുസ്ലിമിന്റെ മനസ്സാണ്, ഒരു മുസ്ലിമിന്റെ ആഗ്രഹമാണ് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അത് പറയാതെ ഫാത്തിഹ സൂറത്ത് ഓതാതെ ഒരുത്തന്റെ നിസ്കാരവും ശരിയാവില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരമേ ഇല്ല. ആ ഫാത്തിഹയിൽ പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ആഗ്രഹമാണ്, അഭിലാഷമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നേരായ മാർഗത്തിലാക്കണം, ആ നേരായ മാർഗത്തിലാക്കി സ്വർഗത്തിലെത്തിക്കണം. നമ്മുടെ ആഗ്രഹം എല്ലാവരും നേരായ മാർഗത്തിലാവണം. ഒരാളും വഴിപഴക്കണമെന്നും ഒരാളും നശിച്ചു പോവണമെന്നും ഒരാളും കുരുത്തം കെട്ടു പോവണമെന്നും ഒരു സത്യവിശ്വാസിക്ക് ആഗ്രഹിച്ചുകൂടാ. ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, മനുഷ്യർക്ക് മുഴുവനും. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ മുഴുവനും അല്ലാഹ് ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് പറയാണ്, പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നീ നേരായ മാർഗത്തിലാക്കണമേ. ഇവിടെ ഒരാള് മറ്റുള്ളവരെ കാര്യം എനിക്ക് നോക്കാനാവില്ല, പടച്ചോനെ അല്ലാഹുമ്മ ഹ്ദിനി, നീ എന്നെ നേരായ മാർഗത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഏകവചനം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫാത്തിഹ ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല. ഇഹ്ദിന, ഞങ്ങളെല്ലാവരെയും നേരായ മാർഗത്തിലാക്കണം. ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്തും അവൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. അപ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിന, പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നേരായ മാർഗത്തിലാക്കണമേ. കള്ളു കുടിച്ച് ബോധം കെട്ട് കിടക്കുന്നവരുണ്ടാകും, മയക്കുമരുന്നടിച്ച് ബോധം കെട്ട് കിടക്കുന്നവരുണ്ടാകും. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സ് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് അവരെയൊക്കെ നീ നേർവഴിയിലാക്കണം പടച്ചവനെ. അവരെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി നേരായ മാർഗത്തിലൂടെ ചലിക്കുന്നവനാക്കണമേ എന്നാണ് 5 നേരത്തെ പ്രാർത്ഥനയിൽ ഒരു മുസ്ലിം നിർബന്ധമായി പ്രാർത്ഥിക്കേണ്ടത്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആവർത്തിച്ച് ഒരു ദിവസം 17 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവൻ പറഞ്ഞിരിക്കണം. അതൊരു മുസ്ലിമിന്റെ മനസ്സാണ്. എല്ലാവരും നിർവഴിയിലാവണം. മാത്രമല്ല, നിസ്കാരത്തിന് സഫ് കെട്ടി നിൽക്കുമ്പോൾ പോലും ആ ഐക്യം കാണാം.
ഒരാൾക്കിടയിലും വേർതിരിവ് കാണാതെ ഒന്നാം സഫിൽ നിൽക്കേണ്ടവനാണ്. ആരാണ് ആദ്യം വരുന്നവൻ? ഒന്നാം സഫിൽ നിൽക്കണം. പിന്നെ വരുന്നവൻ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട സയ്യിദാണെങ്കിലും, ഏത് തറവാട്ടുകാരനാണെങ്കിലും അവൻ നിൽക്കേണ്ടത് രണ്ടാമത്തെ സഫിൽ. ഒന്നാം സഫ് ഫുള്ളായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൽ നിൽക്കണം. ആ രണ്ടാമത്തെ ലൈനിൽ നിൽക്കുമ്പോൾ പ്രത്യേകമായ നിബന്ധനകളുണ്ട്. 3 മുഴത്തിനേക്കാൾ കൂടുതൽ അകലത്തിൽ നിന്നുകൂടാ. ഒന്നാമത്തെ സഫും ഒന്നാമത്തെ ലൈനും രണ്ടാമത്തെ ലൈനും തമ്മിൽ 3 മുഴത്തേക്കാൾ വിട്ടു നിന്നാൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അതുകൊണ്ട് 3 മുഴത്തിന്റെ ഉള്ളിൽ നിൽക്കണം. 3 മുഴത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾ സുജൂദിലേക്ക് പോകുമ്പോൾ അവരെ കാല് പൊങ്ങും. അവരെ കാലിന്റെ അടിയിലാണ് രണ്ടാമത്തെ സഫിൽ നിൽക്കുന്നവൻ നെറ്റിവെക്കേണ്ടത്. അവന്റെ പവിത്രമായ മുഖം തന്റെ സഹോദരൻ ചവിട്ടി നിന്ന സ്ഥലത്ത് അവന്റെ കാലടിയുടെ ഉള്ളിൽ വെക്കുമ്പോൾ യാതൊരു പ്രയാസവും നമുക്ക് ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ മുമ്പിൽ നിൽക്കുന്ന തൊഴിലാളിയാവാം, പാവപ്പെട്ടവനാവാം, ആരാണെങ്കിലും ശരി, ബേക്കിൽ നിൽക്കുന്നവൻ അവന്റെ പാദം നിന്ന സ്ഥലത്താണ് പിന്നീട് നെറ്റിവെക്കേണ്ടി വരുന്നത്. അങ്ങനെ ആ ഐക്യവും സൗഹാർദ്ദവും സ്നേഹവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഇബാദത്താണ് നിസ്കാരം. തഹിയ്യാത്തിലും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥന. അസ്സലാമു അലൈനാ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ രക്ഷ വേണം റബ്ബേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. അവസാനമായി നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആർക്കാണ് ഈ സലാം പറയുന്നത്? ഒറ്റക്കാണെങ്കിലും സലാം പറയണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ രക്ഷയും അവന്റെ കാരുണ്യവും നിങ്ങൾക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 2 ഭാഗത്തേക്കും സലാം വിട്ടുന്നു. ആർക്കാണ് ഈ സലാം? ആർക്കാണ് ഈ സലാം പറയുന്നത്? മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്കും മലായിക്കത്തിനും മുഴുക്കെയുള്ള സലാമാണ്. സലാമിന് അർഹരായിട്ടുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും മുഴുവനും സലാം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ആ സലാം പറഞ്ഞ് വിശാല മനസ്കത തെളിയിക്കുകയാണ് നിസ്കാരത്തിൽ. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് സക്കാത്താണ്. സക്കാത്ത് കൊടുക്കൽ. ഒരു മനുഷ്യൻ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് ഗൾഫിലും നാട്ടിലും വിദേശത്തുമായി സമ്പാദ്യമുണ്ടാക്കി കഴിഞ്ഞാൽ 1 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ആ സമ്പാദ്യത്തിന്റെ 2.5%, അവന്റെ സമ്പാദ്യത്തിന്റെ 2.5%, 40-1 ആർക്ക് കൊടുക്കണം? തന്റെ കൂടെ നിൽക്കുന്ന തന്റെ അയൽവാസികളും ബന്ധുക്കളുമായിട്ടുള്ള തന്റെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കൊരു വിഹിതം അവൻ കൊടുത്തിരിക്കണം. അവന്റെ സ്വത്തിന്റെ 2.5% വർഷത്തിലൊരിക്കൽ നൽകിക്കൊണ്ട് അത് അവന്റെ കൈ കൊണ്ട് തന്നെ നേരിട്ട് നൽകണമാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠത. നിന്റെ സക്കാത്ത്, നിന്റെ നിർബന്ധമായ ദാനം, നിനക്കറിയാം നീയുമായി ബന്ധപ്പെട്ട അവകാശികൾ ആരാണ്, സാമ്പത്തികമായി ഞെരുക്കമുള്ളതാരാണ്. ആ സാമ്പത്തികമായി ഞെരുക്കമുള്ളവന്റെ കൈകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ടാവുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ടാവുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ. കഠിനാധ്വാനം ചെയ്തൊരാൾ സമ്പത്തുണ്ടാക്കിയാൽ പാവപ്പെട്ടവൻ അസൂയ ഉണ്ടാവില്ല. കാരണം 1 വർഷം തികയുമ്പോൾ എനിക്ക് കിട്ടേണ്ട വിഹിതം അയാളിൽ നിന്ന് കിട്ടിയിരിക്കും. അദ്ദേഹമാണ് കഷ്ടപ്പെടുന്നത്, അദ്ദേഹമാണ് തൊഴിലെടുക്കുന്നത്, അദ്ദേഹമാണ് ബിസിനസ് നടത്തുന്നത്. എങ്ങനെ സമ്പത്തുണ്ടാക്കിയാലും വർഷം പൂർത്തിയാകുമ്പോൾ അതിലൊരു വിഹിതം പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന സക്കാത്ത്. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകളെ പഠിക്കാനും മനസ്സിലാക്കാനും സാഹചര്യം കൊടുക്കുന്ന സക്കാത്ത്. അതും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തലാണ്. 4-ാമത്തെ സൂമു റമളാന, റമളാൻ മാസം നോമ്പ് നോൽക്കലാണ്. റമളാൻ മാസം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ എത്രയേറെ ഭക്ഷണമുള്ളവനും പണമുള്ളവനും എത്ര വലിയ സമ്പന്നനാണെങ്കിലും 1 മാസം മുഴുവനും പട്ടിണി കിടന്ന് പട്ടിണി എന്താണെന്ന് അവൻ അനുഭവിച്ചറിയുകയാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ, വിശപ്പ്, ദാഹം എന്ന് പറഞ്ഞാൽ വേറൊരാള് പറയുന്നത് കേട്ടാൽ പോരാ, അത് സിനിമയിലും സീരിയലുകളിലും കണ്ടാൽ പോരാ, അത് അനുഭവിച്ചറിയുക തന്നെ വേണം. വിശപ്പും ദാഹവും എന്താണെന്ന് സ്വന്തം അനുഭവിച്ചറിയുമ്പോൾ മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ ദാഹം മനസ്സിലാക്കാൻ കളമൊരുക്കുകയാണ് നോമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം എന്താണ്,
നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ഭക്ഷണത്തിനോടും വെള്ളത്തിനോടുമുള്ള ആർത്തി എത്രയാണ്. അതുപോലെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പട്ടിണിപ്പാവങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ പട്ടിണിപ്പാവങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് നോമ്പ്. വിശപ്പിന്റെ കാഠിന്യം, ദാഹത്തിന്റെ കാഠിന്യം പഠിപ്പിച്ചു കൊടുത്ത് മറ്റുള്ള മനുഷ്യരെ പറ്റി ചിന്തിക്കാനും മറ്റുള്ള മനുഷ്യരെ പറ്റി ബോധവാനാകാനും നോമ്പ് അവനിക്ക് അവസരം നൽകുന്നു. അതും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. എല്ലാവരും ഒരുപോലെ റമളാൻ മാസം പട്ടിണി കിടക്കുന്നു. ഒരൈക്യമുണ്ട് ആ പട്ടിണിയിൽ. അതും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അഞ്ചാമത്തത് ഹജ്ജാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നവൈത്തുൽ ഹജ്ജ, ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി എന്ന് ഇഹ്റാം ചെയ്യലോടുകൂടെ അവന്റെ വേഷം മാറി എത്ര വലിയ പണക്കാരനാണെങ്കിലും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവന്റെ ഔദ്യോഗികമായ വേഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു സാധാരണ വെള്ളത്തുണി ഉടുത്ത് മറ്റൊരു വെള്ളത്തുണി കൊണ്ട് പൊതച്ച് ഒരു അർദ്ധനഗ്നനായി യാതൊരു പ്രൗഢിയുമില്ലാത്ത ഒരു മിസ്കീനെ പോലെ വേഷം ധരിച്ചു. രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് രാഷ്ട്രത്തിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും അവർക്കൊക്കെ ഉടുക്കാൻ ഒരു തുണിയും പുതക്കാൻ ഒരു തുണിയും മാത്രമാണ്. മൂന്നാമത്തെ ഒരു വസ്ത്രം ആർക്കുമില്ല. എല്ലാവരും ഒരേ ഡ്രസ്സ് ധരിച്ച് ലാളിത്യത്തിന്റെ അങ്ങേയറ്റത്തെ ലാളിത്യം. ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതനെ തിരിച്ചറിയാനുള്ള തലപ്പാവ്, ഹജ്ജിന് ഇറാൻ കെട്ടിയാൽ തലമറച്ചുകൂടാ, ഷർട്ട് ധരിച്ചുകൂടാ. ഒരു പോലീസുകാരൻ അവന്റെ ഔദ്യോഗിക വേഷം ധരിച്ചുകൂടാ, അവന് തൊപ്പി ധരിച്ചുകൂടാ, ഷർട്ട് ധരിച്ചുകൂടാ, പാന്റ് ധരിച്ചുകൂടാ. ഏതൊരാൾക്കും, ഒരു പട്ടാളക്കാരനാണെങ്കിലും ഒരു മേധാവിക്കാണെങ്കിലും അവരെ തിരിച്ചറിയാനുള്ള സ്റ്റാറുകളോ മറ്റൊന്നും ധരിക്കാൻ പാടില്ലാത്ത ഒരു വെള്ളവസ്ത്രം ഉടുത്ത് ഒരു വെള്ളവസ്ത്രം പുതച്ച് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒന്നാണ്. ഒരു വ്യത്യാസവുമില്ല, വേഷത്തിൽ വ്യത്യാസമില്ല. ഒരേ വേഷം ധരിച്ച് ഒരേ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, എല്ലാവരുടെ കണ്ഠങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരേ ഒരു മുദ്രാവാക്യം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ആണ്. എല്ലാവർക്കും പോയി താമസിക്കാനുള്ളത് മിനയിലാണ്. എല്ലാവർക്കും രാപ്പാർക്കാനുള്ളത് മുസ്ദലിഫയിലാണ്. എല്ലാവർക്കും പോയി നിൽക്കാനുള്ളത് അറഫയിലാണ്. എല്ലാവർക്കും കല്ലെറിയാനുള്ള സ്ഥലം ഒന്നാണ്. എല്ലാവർക്കും തവാഫ് ചെയ്യാനുള്ള സ്ഥലം ഒന്നാണ്. എല്ലാവർക്കും സഈ ചെയ്യാനുള്ള സ്ഥലം ഒന്നാണ്. കിടക്കുന്ന സ്ഥലം ഒന്ന്, നിൽക്കുന്ന സ്ഥലം ഒന്ന്, നടക്കുന്ന സ്ഥലം ഒന്ന്, വേഷമൊന്ന്, മുദ്രാവാക്യം ഒന്ന്, ദിക്റൊന്ന്, എല്ലാ അർത്ഥത്തിലും ഏകത്വം വിളിച്ചറിയും. ഇസ്ലാം കാര്യം അഞ്ചും മനുഷ്യനും തമ്മിലുള്ള ശക്തമായ ബന്ധമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മനുഷ്യന്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തന്റെ മുമ്പിലുള്ള മനുഷ്യരെ, തന്റെ കൂടപ്പറപ്പുകളെ, അല്ലെങ്കിൽ തന്റെ പിതാവിന്റെ മക്കളെ, ആദമിന്റെ മക്കളെ ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരിക്കലും അവന്റെ കണ്ണിൽ കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിനോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണിൽ കാണുന്ന സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവൻ, തന്റെ മുമ്പിൽ കാണുന്ന തന്റെ അയൽവക്കത്ത് താമസിക്കുന്ന കുടുംബത്തെ കാണാത്തവൻ, തന്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കാൻ കഴിയാത്തവൻ, അയൽവാസികളെ സ്നേഹിക്കാൻ കഴിയാത്തവൻ, ഏത് സമയത്തും കാണുന്ന ജനങ്ങളോട് മഹബത്തില്ലാത്തവൻ, ഒരിക്കലും കണ്ണിൽ കണ്ടിട്ടില്ലാത്ത റബ്ബിനോട് മഹബത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിലെന്ത് സത്യമുള്ളത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീൻ മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുന്നു. അതിൽ കുടുംബബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അവനവന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം, ഭാര്യ മക്കളോടുള്ള ബന്ധം, അതുപോലെ രക്തബന്ധം, അതുപോലെ പ്രധാനമാണ്. ഒരേ ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പറയുന്നത്. കുടുംബബന്ധവും രക്തബന്ധവും അതുപോലെ തന്നെ അയൽവാസി ബന്ധങ്ങളുമൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ശ്വാസത്തിലാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനോടുകൂടെ മറ്റൊരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല. സർവാധിരാജനായ റബ്ബ് സർവശക്തനാണ്. സർവശക്തനാകുമ്പോൾ അവന് മറ്റാരുടെയും പങ്കാളിത്തം ആവശ്യമില്ല. അവൻ ഏകനാണ്. സർവശക്തനാണോ അവൻ ഏകനായിരിക്കണം. മറ്റൊരു പടച്ചവന്റെ ആവശ്യം റബ്ബിനുണ്ടാവാൻ പാടില്ല. മറ്റൊരു ഇലാഹിനെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇലാഹ് ഒരിക്കലും സർവശക്തനാവില്ല. സർവശക്തൻ എല്ലാറ്റിനും മതിയായ റബ്ബാണ്. അതുകൊണ്ട് അവന്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം. ഉടനെ തന്നെ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുകയും വേണം. ഖുർആന്റെ ശൈലിയാണത്.
അള്ളാഹുവിനെ പറ്റി സൃഷ്ടാവിനെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ സൃഷ്ടികളെ കൂട്ടത്തിൽ അവൻ ഏറ്റവും ആദരിക്കേണ്ട മാതാപിതാക്കളെ പറ്റി പറയും. അനിഷ്കുറുലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണേ. അതേ ശ്വാസത്തിൽ പറയുന്നു വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കൾ ഏറ്റവും ബന്ധമുള്ളത് സൂചിപ്പിക്കുന്നു. അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ ഉടനെ മാതാപിതാക്കളെ പറയുന്നു. പിന്നെ പറയുന്നത് വബിദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്കൊന്നും ഗുണം ചെയ്യണം. ഇതൊക്കെ ഒരൊറ്റ ശ്വാസത്തിൽ അല്ലാഹു പറയുകയാണ്. എന്റെ ഏകത്വം അംഗീകരിക്കണം. നിങ്ങൾ ഒരിക്കലും ബഹുദൈവാരാധന നടത്തരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. വബിദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. വൽ യതാമാ വൽ മസാകീൻ, യതീമക്കൾക്കും മിസ്കീന്മാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. യതീമക്കൾ ബാപ്പയില്ലാത്ത മക്കളാണ്. നിങ്ങളുടെ ശ്വാസം നിലച്ചു പോയാൽ നിങ്ങളെ മക്കൾക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന വിധിയാണ്. അതുകൊണ്ട് യതീമക്കളുടെ പിതാവായി നിങ്ങൾ മാറണം. അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ മസാകീൻ, മിസ്കീന്മാർക്കും ഗുണം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാരായ അയൽവാസികൾക്കും. സാധാരണ നമ്മുടെ അടുത്ത് താമസിക്കുന്നത് അയൽവാസി മാത്രമല്ല, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കും മിക്കവാറും നമ്മുടെ അയൽവാസികൾ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഖുർആൻ അല്ലാഹു തന്നെ പറയാണ് വൽ ജാരിദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാരായ അയൽവാസികൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. വൽ ജാരിൽ ജുനുബി, നിങ്ങളെ കുടുംബക്കാരല്ലാത്തവരും അയൽവാസികളായിട്ടുണ്ടാവാം, അന്യമതക്കാർ അയൽവാസികളായിട്ടുണ്ടാവാം, നിങ്ങളെ ബന്ധുക്കളല്ലാത്തവർ അയൽവാസികളായിട്ടുണ്ടാവാം. അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ശ്വാസത്തിൽ അല്ലാഹു പറയാണ്. ഇതെല്ലാം പ്രധാനമാണ്. അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം. അങ്ങനെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. കുടുംബബന്ധം, കുടുംബക്കാർക്ക് ഗുണം ചെയ്യണം. യതീമിനും മിസ്കീനും ഗുണം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാരായ അയൽവാസിക്കും. വൽ ജാരിൽ ജുനുബി, കുടുംബമല്ലാത്ത അയൽവാസിക്കും. ഒരൊറ്റ ശ്വാസത്തിൽ അല്ലാഹു, ഒരൊറ്റ ആയത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങൾക്ക്, അതിൽ തന്നെ മാതാപിതാക്കൾ, കുടുംബ ബന്ധം, അയൽവാസി ബന്ധം, ഇത് വളരെ പ്രധാനമാണ്. ആ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാത്തൊരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെന്തർത്ഥം? ഞങ്ങളൊന്നാണ്, ഞങ്ങളെ സൃഷ്ടാവ് ഒന്നാണ്. 5 നേരത്തെ നിസ്കാരത്തിലുള്ള തോളോട് തോള് ചേർന്നുള്ള നിൽപ്പ്, മുമ്പിലെ സഫിലുള്ളവന്റെ പാദത്തിന്റെ താഴെ നെറ്റിവെക്കൽ, ആ ഐക്യം എവിടെ? ഈ ബന്ധത്തിന് സ്ഥാനം കൽപ്പിക്കുമ്പോൾ മാത്രമേ അതിനൊക്കെ പ്രാധാന്യമുള്ളൂ. ഇസ്ലാം കാര്യം ശരിക്കും ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, ഒരു ശരിയായ മുസ്ലിം, ബന്ധങ്ങൾക്ക് വലിയ പവിത്രത കൽപ്പിക്കുന്നവനായിരിക്കും. ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാത്ത മനുഷ്യന്റെ ദീനില്ല. ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാത്ത മനുഷ്യന് ദീനില്ല. പലരും മനസ്സിലാക്കിയത് എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പുവൽക്കലുമാണ്. നിസ്കാരം നോമ്പും മാത്രമല്ല, അത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരാധനാ കർമ്മങ്ങളാണ്. അതുകൊണ്ട് മാത്രം ഒരു മുസ്ലിം ആകുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കുമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ റമദാൻ മാസം നോമ്പ് നോറ്റത് കൊണ്ട് മാത്രം പലരുടെയും ധാരണത നിസ്കാരം നോമ്പുണ്ടായാൽ സ്വർഗത്ത് പോകും. അതിനൊക്കെ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകമായി ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധന പാലിക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമല്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്താണത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. നിസ്കരിക്കുന്നുണ്ട്, എന്നാ പിന്നെ പലിശയും വാങ്ങാം, വ്യഭിചരിക്കും ചെയ്യാം, മറ്റുള്ളവരെ ദ്രോഹിക്കും ചെയ്യാം, കുടുംബക്കാരെ ശ്രദ്ധിക്കേണ്ടതില്ല, ദൂർത്തടിക്കാൻ ദുർവ്യയം ചെയ്യാം. എന്താ കാരണം? നിസ്കാരത്താമ്പുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗത്ത് പോകുന്ന ആരാ പറഞ്ഞു? അതിനൊക്കെ പ്രത്യേകിച്ചിട്ട് നിബന്ധനകളുണ്ട്. നോമ്പ് നോറ്റാൽ സ്വർഗത്ത് പോകുന്നവർ പറഞ്ഞു. അതിനൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിബന്ധന പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റവന് സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് നോറ്റത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് നബി പറഞ്ഞിട്ടില്ല. റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, എത്ര നോമ്പുകാർ അവരെ നോമ്പ് കൊണ്ട് കുറെ ദാഹം സഹിച്ചു എന്നല്ലാതെ, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ നോമ്പ് കൊണ്ടൊരു കാര്യവുമില്ല. മല്ലം യദഖല അസ്സൂരി വൽ അമല ബിഹി, കള്ളവർത്തമാനങ്ങൾ പറയൽ, കള്ളപ്രവർത്തികൾ ചെയ്യൽ, അത്തരം പ്രവർത്തികൾ അഥവാ മനുഷ്യനുമായുള്ള ബന്ധം തകർക്കുന്ന ഖൗലുസ്സൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗീബത്ത്, നമീമത്ത്, ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവന്റെ നോമ്പിന് പ്രതിഫലമില്ല. റമദാൻ മാസം കേൾക്കുന്ന വയലെന്താ? ഗീബത്ത് പറയരുത്, അല്ലേ? പരദൂഷണം പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, നോമ്പിന്റെ കൂലി പോവും. കാരണം എന്താ? ഗീബത്ത് പറയലും അസത്യം പറയലും പരദൂഷണം പറയലും മനുഷ്യനും ബന്ധം തകർക്കലാണ്. മനുഷ്യനുമുള്ള ബന്ധം തകർത്തിട്ട് നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി,
കള്ളവർത്തമാനം, ശറയിൽ ഇഷ്ടപ്പെടാത്ത, ശറ അംഗീകരിക്കാത്ത ഗീബത്ത്, നമീമത്ത്, കള്ളസത്യം പോലുള്ള വാക്കുകൾ, അത്തരം വാക്കുകൾ പറയുന്ന ഒരു മനുഷ്യൻ നോമ്പ് നോറ്റിട്ട് പ്രയോജനമില്ല. ഹജ്ജിന് പോയാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞോ? ഇല്ലല്ല. ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അൽ ഹജ്ജുൽ മബ്റൂറു, മബ്റൂറു പ്രത്യേക നിബന്ധന വെച്ചിട്ടാ പറയുന്നത്. ഹജ്ജിന് സ്വർഗമുണ്ടെന്നല്ല. അൽ ഹജ്ജുൽ മബ്റൂറു, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. എന്തിനാ മബ്റൂറു എന്ന് പ്രത്യേകം കൂട്ടിക്കൊടുത്തത്? ഹജ്ജ് മബ്റൂറാകുമ്പോൾ മാത്രമേ അതിന് പ്രതിഫലമുള്ളൂ. സഹാബത്ത് ചോദിച്ചു, മൽ മബ്റൂർ യാ റസൂലല്ലാഹ്, ഹജ്ജ് മബ്റൂർ ആണെങ്കിൽ മാത്രമല്ലേ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയുള്ളൂ, ഹജ്ജിന്റെ പ്രതിഫലമുള്ളൂ? ഉമ്മ പെറ്റ കുട്ടിയെ പോലെ, നവജാത ശിശുവിനെ പോലെ ഹജ്ജ് ചെയ്താൽ അവൻ വിശുദ്ധനാകും. പക്ഷേ അതിന് നിബന്ധന വെച്ചതെന്താണ്? എന്താ നിബന്ധന? മബ്റൂർ ആയിരിക്കണം. മൽ മബ്റൂർ യാ റസൂലല്ലാഹ്, എന്താ നബിയെ മബ്റൂർ? ഇത്ആമു തആമി വലീനുൽ കലാം. ഹജ്ജ് യാത്രയിൽ എല്ലാവരും ക്ലേശം അനുഭവിക്കും. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും, വലീനുൽ കലാം, മൃദുലമായി മാത്രം തന്റെ സഹോദരനോട് സംസാരിക്കലുമാണ്. ഹജ്ജിന്റെ വേളയിൽ ഒളവുണ്ടാകും, ദേഷ്യമുണ്ടാകും, സ്വന്തം കാര്യം സിന്ദാബാദ് ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഹജ്ജ് മബ്റൂറായാൽ അതിന് സ്വർഗമുണ്ട്. മബ്റൂറാവണമെങ്കിൽ എന്ത് വേണം? ഇത്ആമു തആം, നിന്റെ കയ്യിലുള്ള ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കണം. വലീനുൽ കലാം, മൃദുലമായി സംസാരിക്കണം. സംസാരം കൊണ്ടെങ്കിലും മറ്റുള്ളവനെ അലോസരമുണ്ടാക്കിയാൽ ഹജ്ജ് മബ്റൂറല്ല, ഹജ്ജിന്റെ പ്രതിഫലമില്ല. അപ്പൊ ഏത് ഇബാദത്ത് ശരിയാവണമെങ്കിലും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നാക്കണം. മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നാക്കാതെ ഒരൊറ്റ ആദമില്ലെന്ന് പടക്കപ്പെട്ട ആളുകൾ അതേ ബന്ധം നിലനിർത്താതെ അവന്റെ ഇബാദത്തിന് പോലും സ്ഥാനമില്ല. എന്നല്ലേ ആലോചിച്ചു നോക്കൂ, നിസ്കാരത്തിന് സ്ഥാനമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനെ കളവാക്കുന്നവൻ, ദീനെ തള്ളിപ്പറയുന്നവൻ നബിയെ തങ്ങൾക്കറിയാമോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ അവഗണിക്കുന്നവനാണ്. യതീമിനെ അവഗണിക്കുന്നവനെ പറ്റി പറയുന്നത് ദീൻ നിഷേധിക്കുന്നവൻ എന്നാണ്. നിസ്കാരത്തായ്മ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? കാരണം എന്താണ്? യതീമിനെ അവഗണിക്കൽ, മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർക്കലാണ്. ഏറ്റവും കാരുണ്യം അർഹിക്കുന്ന വിഭാഗമാണ് യതീം. അതുകൊണ്ട് യതീമിനെ അവഗണിച്ചാൽ അവന് ദീനില്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനെ കളവാക്കുന്ന ആൾ, ദീനെ തള്ളിപ്പറയുന്ന ആളാണെന്ന് തങ്ങൾക്കറിയുമോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ തടയുന്നവനാണ്, യതീമിനെ അവഗണിക്കുന്നവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു പ്രേരണയും നൽകാത്തവനാണ്. മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവൻ, യതീമിനെ സംരക്ഷിക്കാത്തവൻ, അവന് ദീനില്ല. അപ്പൊ ഈ പറഞ്ഞതിന് മനസ്സിലായല്ലോ, നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും ഹജ്ജിനായാലും മാത്രം സ്വർഗത്തേക്ക് പോകില്ല. നമുക്ക് അങ്ങനെ ഒരു ധാരണ. നിസ്കാരം, നോമ്പ്, ഒരു ഹജ്ജിന് പോകും, എന്നാ പിന്നെ എല്ലായി. അയൽവാസിയുമായി പണക്കത്തിലാണ്, കുടുംബക്കാരുമായി പണക്കത്തിലാണ്, മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലല്ല, അന്യ സമുദായക്കാരുമായി നല്ല ബന്ധത്തിലല്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ നിങ്ങൾ മനസ്സിലാക്കിയ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്ത് പോകും. ഇസ്ലാം കാര്യം 5 ഞാൻ വിശദീകരിച്ചു. ആ 5 പഠിപ്പിക്കുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. നിസ്കാരത്തിനെ പറ്റിയല്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ നിങ്ങൾ മനസ്സിലാക്കിയ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്ത് പോകും. ഇസ്ലാം കാര്യം 5 ഞാൻ വിശദീകരിച്ചു. ആ 5 പഠിപ്പിക്കുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. നിസ്കാരത്തിനെ പറ്റിയും നോമ്പിനെ പറ്റിയും ഹജ്ജിനെ പറ്റിയും എന്തിനെ പറ്റിയും പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യബന്ധങ്ങൾ ശരിയാണെങ്കിലേ അതിനൊക്കെ പ്രതിഫലമുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് കുടുംബ ബന്ധം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് അയൽവാസി ബന്ധം. എന്റെ വിഷയം അയൽവക്ക ബന്ധമായതുകൊണ്ട് അതിലേക്ക് മാത്രം ഞാൻ ഇറങ്ങി വരികയാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു ശഫീഉനാ റസൂലുള്ളാഹി. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. അയൽവാസിയെ ആദരിക്കുന്നവൻ ആരാണോ
അയൽവാസിയെ ബഹുമാനിക്കുന്നവൻ ആരാണോ അവനാണ് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ. അയൽവാസിയോടുള്ള കടപ്പാട് മനസ്സിലാക്കാത്തവൻ, മനുഷ്യനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാത്തവൻ, കണ്ണിൽ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാത്തവൻ, കണ്ണിൽ കാണാത്ത പടച്ചറബിനോട് സ്നേഹമില്ലാത്തവനാണ്. സ്നേഹമുണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവന്റെ മുമ്പിൽ കാണുന്ന അവന്റെ വർഗത്തിൽപ്പെട്ട മനുഷ്യരോട് അവന് താല്പര്യമില്ല. മനുഷ്യൻ പോട്ടെ, ഒരു പൂച്ചനെ ദ്രോഹിച്ച സ്വർഗത്ത് കിടക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് ഒരു പൂച്ചന്റെ കാര്യത്തിൽ നരകത്ത് പോയിട്ടുണ്ട്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പൂച്ച വല്ലാതെ മോഷണം നടത്തി. പൂച്ചകൾക്ക് അതിൻ്റെതായ ചില വികൃതികൾ ഉണ്ടാകും. അപ്പോൾ ആ പെണ്ണ് പൂച്ചനെ പിടിച്ച് കെട്ടിയിട്ടു. അതിന് ഭക്ഷണം കൊടുത്തില്ല, കെട്ടഴിച്ച് വിട്ടതുമില്ല. അങ്ങനെ ആ പൂച്ച ചത്തുപോയി. അതുകൊണ്ട് ആ പെണ്ണ് നരകത്തിലാണ്. ഞാൻ നരകം കണ്ടപ്പോൾ പൂച്ചയുടെ കാര്യത്തിൽ നരകത്തിൽ കടന്ന പെണ്ണിനെ നരകത്തിൽ ഞാൻ കണ്ടു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പൂച്ചനെ പോലും ദ്രോഹിച്ചുകൂടാ. അതുകൊണ്ട് മനുഷ്യനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ അവന്റെ ഞാൻ സത്യവിശ്വാസിയാണെന്ന് പറയുന്നതിനെന്തർത്ഥം? മങ്കാന യൂമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യനാളിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ. അയൽവാസി ആദരിക്കാത്തവൻ ഈമാനില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എല്ലാ കാര്യങ്ങളും നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്യാൻ തുടങ്ങി. യൂസീനി ബിൽ ജാർ, നീണ്ട വസിയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ പറയുകയാണ്. നീണ്ട വസിയത്ത്, ഒന്നും രണ്ടും കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ജിബ്രീൽ എന്നോട് പറഞ്ഞു ഹത്താ വലന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസുഹു, മരിച്ചു കഴിഞ്ഞാൽ അയൽവാസികൾക്ക് അനന്തരാവകാശം കൂടി കൊടുക്കണം എന്ന് വരെ ജിബ്രീൽ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഒന്നും രണ്ടും വസിയത്തല്ല ജിബ്രീൽ ചെയ്തത്. ജിബ്രീൽ അലൈഹിസ്സലാം വസിയത്ത് ഇങ്ങനെ ചെയ്ത് എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഹദീസിൽ വരുന്നത് ഞാൻ പിന്നീട് പറയാം. ഒരുപാട് കാര്യങ്ങൾ അയൽവാസിയോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വസിയത്തുകൾ ഇങ്ങനെ പറഞ്ഞു അയൽവാസിയോടുള്ള കടപ്പാട് വിശദീകരിച്ച് അവസാനം ഞാൻ കരുതി, മരിച്ചാല് സ്വത്തും കൂടി ആർക്ക് കൊടുക്കണം അല്ലേ? ബാപ്പ മരിച്ചാൽ മക്കൾക്ക് സ്വത്താവകാശമുണ്ട്, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് സ്വത്തവകാശമുണ്ട്, ഉമ്മാക്ക് സ്വത്തവകാശമുണ്ട്. അതുപോലെ അയൽവാസികൾക്കും അനന്തരാവകാശം നൽകണമെന്ന് പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതിന് മാത്രം കടപ്പാടുകൾ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്തു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. കുറെ വസിയത്ത് അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് അത് സഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ആ വസിയത്തെന്ന്. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് പ്രത്യേകമായി നബി തങ്ങൾ ഒരുപാട് വസിയത്ത് നൽകിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വളരെ സൂക്ഷ്മശാലിയായ, വളരെ ഉന്നതി പ്രാപിച്ച ഒരു മഹാനാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഔസാനി ഖലീലി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാത്ത്, എന്റെ അടുത്ത സ്നേഹിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഇസ്മാഉ വഅതി വലൗലി അബ്ദിൻ മജ്ദൂഇൽ ലംഫി, മൂക്കില്ലാത്ത വിരൂപനായ വൈരൂപ്യമുള്ള ഒരടിമയാണ് നിന്റെ നേതാവെങ്കിലും ഭരണാധികാരിയെങ്കിലും ഭരണാധികാരിക്ക് അനുസരിക്കണം. ആരാണ് ഭരിക്കുന്നത്? മൂക്കില്ലാത്ത ആളാണ്, മൂക്ക് ചപ്പിപ്പോയ ആളാണ്, അല്ലെങ്കിൽ മൂക്കില്ലാത്ത മനുഷ്യനാണ്. അതൊരു അസൗന്ദര്യമാണ്. മനുഷ്യന് സൗന്ദര്യം കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മൂക്ക്. അതുകൊണ്ട് പ്രവാചകർ പറയുന്നു, മൂക്ക് ചപ്പിപ്പോയ അല്ലെങ്കിൽ മൂക്ക് നഷ്ടപ്പെട്ടു പോയ വളരെ വൈരൂപ്യമുള്ള ഒരാളാണ് നിന്റെ നേതാവെങ്കിൽ, അദ്ദേഹമാണ് ഭരണം നടത്തുന്നതെങ്കിലും അയാൾക്ക് നീ പരിപൂർണമായി വഴിപ്പെടുക തന്നെ വേണം. ഭരണാധികാരികൾക്ക് വഴിപ്പെടാതെ വന്നാൽ ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർക്കും. അതുകൊണ്ട് നബി തങ്ങൾ നൽകുന്ന ഒന്നാമത്തെ വസിയത്ത് അതാണ്, നിന്റെ ഭരണാധികാരി ആരാണെങ്കിലും നീ അനുസരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, വസിയത്തായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ചെറിയ കാര്യമല്ല, വസിയത്തിന് വലിയ സ്ഥാനമുണ്ട്. നമ്മളും വസിയത്തിലെ മരിക്കാനൊക്കെ പോകുന്ന സമയത്ത് വസിയത്ത് ചെയ്യും, മക്കളോട് വസിയത്ത് ചെയ്യും, ഭാര്യമാരോട് വസിയത്ത് ചെയ്യും. വസിയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തെ വസിയത്ത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫൈദാ സനഅത മറക്കതൻ,
നീ ഒരു കറി ഉണ്ടാക്കിയാൽ, സാധാരണ നിങ്ങൾ കറി ഉണ്ടാക്കും, ഭക്ഷണത്തിന് കറി ഉണ്ടാക്കും. അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ ആ കറിയുടെ വെള്ളം കുറച്ച് വർദ്ധിപ്പിക്കണം. കുറച്ച് കറി ഉണ്ടാക്കരുത്, കറിയുടെ വെള്ളം വർദ്ധിപ്പിക്കണം. പിന്നെ നിന്റെ അയൽവാസികളായ വീട്ടുകാരെ പരിഗണിക്കണം. റസൂലുള്ളാഹിന്റെ വസിയത്താണ്. നിസാരമായി കാണണ്ട. കറി ഉണ്ടാക്കുന്ന സമയത്ത് അല്പം കൂടുതൽ വെള്ളം ചേർത്തിട്ട് ആ കറിയുടെ ഒരു ഭാഗം എടുത്തിട്ട് അയൽ വീട്ടുകാർക്ക് കൊടുത്തയക്കണം. എന്നിട്ട് അയൽവാസി ബന്ധം ശക്തിപ്പെടുത്തണേ എന്ന് ആദരവായ റസൂലുള്ളാഹിന്റെ വസിയത്താണ്. അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ അടുത്ത ഹദീസിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. മൂന്നാമത്തെ വസിയത്ത് എന്താണെന്ന് അറിയുമോ? നിസ്കരിക്കുമ്പോൾ അതിന്റെ കൃത്യ ടൈമിന് നിസ്കരിക്കണം, അവ്വൽ വക്തിൽ നിസ്കരിക്കണം. അതിന്റെ പ്രാധാന്യം മറ്റെവിടൊന്നും കിട്ടൂല. അള്ളാഹുമായുള്ള സംഭാഷണത്തിന് വിളിച്ചിട്ട് വരുന്നതും വിളിക്കാതെ വരുന്നതും, നേരത്തെ വരുന്നതും വിളിച്ചതിന്റെ ശേഷം വരുന്നതും വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങി നിൽക്കുന്നതും നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ? വിളിച്ചിട്ട് വരിക, വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറായി നിൽക്കുക. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ വുളു ഉണ്ടാക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വുളു ചെയ്തുകൊണ്ട് തയ്യാറായി ബാങ്കിനെ പ്രതീക്ഷിക്കുകയാണ്. വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം ചെയ്യാനുള്ള താല്പര്യം അത് മഹബ്ബത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അബൂദറിനോട് പറയാണ്, നിസ്കാരം നീ കൃത്യ ടൈമിന് നിസ്കരിക്കണം. ളുഹുർ നിസ്കാരത്തിന് അസർ വരെ സമയമുണ്ടെങ്കിലും ആദ്യ വക്തിൽ തന്നെ ഫർളാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാൻ ശ്രമിക്കണം. ഈ മൂന്ന് വസിയത്താണ് മഹാനായ അബൂദറിനോട് ആരംഭ റസൂല് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വസിയത്താണ്, ഒരു കറി ഉണ്ടാക്കുമ്പോൾ പോലും അയൽവാസികളെ പരിഗണിക്കണം. കല്യാണത്തിന് മാത്രമല്ല, സൽക്കാരത്തിന് മാത്രമല്ല, നിശ്ചയത്തിന് മാത്രമല്ല, ഏത് കാര്യം ഒരു കറി സ്പെഷ്യലായിട്ട് വെച്ചാൽ അതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നീട്ടി ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്ക് അത് കൊടുക്കണം. സ്ത്രീകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്, അല്ലയോ മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം പെണ്ണുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭ റസൂൽ നിങ്ങളോട് പറയാണ്, ലാ തഹ്കിറന്ന ജാറത്തുൽ ലിജാറതിഹാ, ഒരു അയൽവാസി പെണ്ണ് മറ്റൊരു അയൽവാസി പെണ്ണിനോട് നിസാരമായി കാണണ്ട. ഏത് വിഷയത്തിൽ നിസാരമായി കാണണ്ട? വലൗ ഫിർസിന ഷാത്തിൻ, ആടിന്റെ കുളമ്പിന്റെ കറിയാണെങ്കിൽ പോലും അത് ചെറുതായി കാണണ്ട, അയൽവാസിക്ക് കൊടുത്തേക്കണേ. ഒന്നും കറി വെക്കാൻ കിട്ടാതെ വരുമ്പോ അറവുശാലയിൽ പോയിട്ട് അതിന്റെ കുളമ്പ് കൊണ്ടുവരും. അത് തള്ളുന്ന സാധനം, അത് ഉപയോഗിക്കാത്ത സാധനമാണ്, പൊതുവെ വിലയില്ലാത്ത സാധനമാണ്. കറി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആടിന്റെ കുളമ്പ് ചെത്തിക്കളഞ്ഞിട്ട് അത് കറി വെക്കും. എന്നാലും അതിന് ഇറച്ചിന്റെ ഒരു മണവും കൊണുമൊക്കെ ഉണ്ടാവും. മാംസം അല്ലെങ്കിലും അതിന്റെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുളമ്പ് കൊണ്ട് കറി വെക്കും. കുളമ്പ് എന്നല്ല പറയല്, കുളമ്പ് കൊണ്ട് കറി വെക്കും. ആ കുളമ്പിന്റെ കറിയാണ് പെണ്ണുങ്ങളെ നിങ്ങളെ വീട്ടിലുള്ളതെങ്കിൽ അയൽവാസികൾക്ക് അത് കൊടുത്തയച്ചുകൊണ്ട് നിങ്ങൾ അവരുമായുള്ള ബന്ധം സ്ഥാപിക്കണം. കുളമ്പിന്റെ കറി എങ്ങനെ കൊടുത്തയക്കുക എന്ന് പറയും. നിസാരമായി കാണരുത, നിസാരമായി കാണണ്ട. എന്ത് കറിയാണെങ്കിലും കൊടുത്തയക്കണം, ഒന്നും ചെറുതായി കാണണ്ട. മുരിങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കി, മുരിങ്ങ അത് ആർക്ക് കൊടുക്കാനാണ്? പുതിയാപ്പിൾ കൊടുക്കാൻ പറ്റിയ സാധനമല്ലല്ലോ. അങ്ങനെ കരുതണ്ട. ചിലപ്പോൾ അയൽ വീട്ടുകാർക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവും, അവരെ വീട്ടിൽ മുരിങ്ങ ഉണ്ടാവില്ല. അപ്പോ അല്പം മുരിങ്ങന്റെ കറി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടാവും. മറ്റൊരു വീട്ടിൽ പോയി ചോദിക്കാൻ മടിയുണ്ടാവും. അപ്പൊ എന്തുണ്ടാക്കിയാലും കൊടുക്കണം എന്ന് നബി പറഞ്ഞ രഹസ്യം അതാണ്. ചില വീട്ടുകാർക്ക് ചക്ക ഉണ്ടാവില്ല, ചില വീട്ടിൽ ചക്കോണ്ട് ഒരു ചിരിയും കളിയായിരിക്കും, മുഴുവൻ ചക്കയാണ്. അങ്ങനെ ചക്ക ഉള്ള ഒരാളെന്താ കരുതുക, ഇവർക്ക് തിന്ന് മടുത്തതല്ലേ. അപ്പൊ അയൽവാസികൾക്ക് എങ്ങനെ ചക്ക കൊടുക്കുക, വല്ല ഉറുമാമ്പയറ്റ കൊടുക്കുക എന്നല്ലാതെ ചക്ക കൊടുക്കൽ എങ്ങനെ? നമ്മൾ നിസാരമായി കാണണ്ട. ചിലപ്പോൾ ആ വീട്ടുകാർ അതിന് കാത്തിരിക്കായിരിക്കും. ചക്ക പഴുത്താൽ വല്ലാത്ത മണാണ്. അടുത്ത വീട്ടുകാർക്ക് അപ്പൊ തോന്നും, അല്പം ചക്ക കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇവന്റെ വീട്ടിൽ ചക്ക നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവന് വില അറിയില്ല. അപ്പൊ നിങ്ങൾ നിസാരമായി കാണണ്ട. അയൽവാസിക്ക് ചക്കയെങ്കിൽ ചക്ക, കുളമ്പിന്റെ കറിയെങ്കിൽ കുളമ്പിന്റെ കറി, മുരിങ്ങന്റെ കറിയെങ്കിൽ മുരിങ്ങന്റെ കറി കൊടുക്കണം. കാരണം ഒരു പക്ഷേ അയൽവാസികൾ അതിന് കാത്തിരിക്കുന്നുണ്ടാവും. മാത്രമല്ല അതൊരു സന്തോഷം പങ്കുവെക്കലാണ്. ഞാൻ അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ട്, രുചി ഒന്ന് നോക്കൂ ഇത് വേണ്ട അവർക്ക് കൊടുത്തയക്കും. ഇങ്ങനെ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുളമ്പ് കറിയാണെങ്കിൽ പോലും നിസാരമായി കാണരുത് എന്ന് നബി പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്ത് ഞാൻ പറഞ്ഞാണ്, മുരിങ്ങയാണെങ്കിലും ശരി ചക്കയാണെങ്കിലും ശരി. ചിലപ്പോൾ അയൽ വീട്ടുകാർ അതിന് ആശിച്ചിരിക്കുന്നുണ്ടാകും. ചക്കന്റെ മണം കേൾക്കുമ്പോ, പഴുത്ത മണം കേൾക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആശ വരുന്നില്ലേ തിന്നണമെന്ന്? അതുപോലെ കുളമ്പിന്റെ കറിയാവുമ്പോ അങ്ങനെ തന്നെ. സംഗതി കുളമ്പാണെങ്കിലും അത് കറി വെച്ച് അതിന്റെ സ്മെല്ല് വരുമ്പോ നല്ല
ആട്ടിറച്ചി മണക്കുന്നല്ലോ, സംഗതി കുളമ്പാണ്. അയൽ വീട്ടുകാർക്ക് തോന്നുന്ന ആട്ടിറച്ചി എന്നാണ്. അപ്പോ അവിടെ ഒരു പക്ഷേ അന്ന് ഒന്നും കറി വെക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് തോന്നുമല്ലോ നമുക്കൊന്നും കറി വെക്കാനില്ല, അങ്ങേപ്പുറത്ത് ആട്ടിറച്ചിന്റെ കറിയാ. കുട്ടികൾ തമാശക്കെങ്കിലും പറഞ്ഞാല് ഉമ്മാക്കും പാപ്പാക്കും വിഷമായില്ലേ? അപ്പൊ ആ വിഷമം തീർക്കലാണ്. നിങ്ങൾ എന്ത് വേണം? കുളമ്പ് കറിയാണെങ്കിൽ കൊടുക്കണം. സന്തോഷാണത്. ആ ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ അയൽവാസികളെ ആദരിക്കണം. ഈമാനുള്ളവൻ ആദരിച്ചിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. ഒന്നും നിസ്സാരമായി കാണണ്ട. ഈ പറഞ്ഞതിലൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ചുരുക്കുകയാണ്. എന്തുണ്ടെങ്കിലും നിസ്സാരമായി കാണാതെ ഹദിയയായി കൊടുത്തയക്കുക. നമ്മളെ വിചാരം ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിലേ കൊടുത്തയക്കാൻ പറ്റുള്ളൂ. ചെറുതൊക്കെ എങ്ങനെ കൊടുത്തയക്കാം? റസൂലുള്ളാഹി തിരുത്താണ്. കുളമ്പ് കറിയാണെങ്കിൽ പോലും നിസാരമായി കാണരുതേ, കൊടുത്തയക്കണം. ചിലപ്പോൾ അവർക്കതൊരു വലിയ നിധി പോലെയായിരിക്കും. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അയൽവാസികളുടെ സന്തോഷം വളരെ പ്രധാനമാണ്. അയൽവാസികളെ വെറുപ്പിച്ചവന് സ്വർഗമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് പറയാം. ഒരൊറ്റ ഹദീസും കൂടി ഞാൻ ഉദ്ധരിക്കുന്നു. മൻമാത്ത, വല്ല മനുഷ്യനും മരിച്ചുപോയി, വലഹു ജീറാനുൻ സലാസ, അവനിക്ക് 3 അയൽവാസികളുണ്ട്. കുല്ലുഹും റാളൂന അൻഹു, ആ 3 അയൽവാസികളും അവന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടവരാണ്, അവന്റെ കാര്യത്തിൽ സന്തുഷ്ടരാണ്. എന്നാൽ ഉഫിറ ലഹു, ആ മനുഷ്യന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അവനവരെ പറ്റി ചിന്തിക്കണം. നിങ്ങളെ തൊട്ടടുത്തുള്ള 3 വീട്ടുകാർ, നിങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള 3 വീട്ടുകാർ, ആ 3 വീട്ടുകാർക്ക് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷത്തിലാണെങ്കിൽ, അക്കാരണം കൊണ്ട് തന്നെ അവന്റെ ദോഷം പൊറുക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാളുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഗുണം കിട്ടുക. അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഗുണം കിട്ടുക. ഒരു മനുഷ്യൻ നല്ലവനാണോ അല്ലേ, ഭാര്യ പറയണം അയാൾ നല്ല മനുഷ്യനാണ്. എന്നാൽ അള്ളാന്റെ അടുക്കൽ നല്ലവനാണ്. കാരണം ഭാര്യക്കാണ് തന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിക്കറിയുന്നത്. അതുപോലെ അയൽവാസികളാണ് നമ്മളെ കാര്യം ശരിക്കറിയുന്ന ആളുകൾ, നമ്മളെപ്പറ്റി പരിചയമുള്ള ആളുകൾ. അതുകൊണ്ട് 3 അയൽവാസികളെങ്കിലും, നിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന 3 അയൽവാസികൾ, ആ അയൽവാസികൾ നിന്നെപ്പറ്റി നല്ലത് പറഞ്ഞാൽ, നിന്നെപ്പറ്റി തൃപ്തിപ്പെട്ട നിലയിലാണെങ്കിൽ ആ മനുഷ്യന്റെ ദോഷം പൊറുക്കപ്പെട്ടു. ആലോചിച്ചോ, തൊട്ടടുത്ത് നിൽക്കുന്ന 3 അയൽവാസികൾക്ക് നമ്മളെപ്പറ്റി എന്തായിരിക്കും അഭിപ്രായം? നീ നല്ല സൽസ്വഭാവിയാണെങ്കിൽ മാത്രമേ, നീ യഥാർത്ഥത്തിൽ നല്ലവനാണെങ്കിൽ മാത്രമേ ആ അയൽവാസികൾ നിന്നെ ഇഷ്ടപ്പെടുള്ളൂ. യഥാർത്ഥത്തിൽ നീ നല്ലവനാണെങ്കിൽ, പുറമെ നമുക്ക് വലിയ വില ഉണ്ടായിട്ട് കാര്യമില്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് വലിയ വില ഉണ്ടാക്കുക, വെയിറ്റ് ഉണ്ടാക്കുക, അവിടെ കാര്യമില്ല. കാരണം അവരുടെ മുമ്പിൽ നമ്മുടെ നല്ല മുഖം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. സ്വന്തം അയൽവാസികൾക്ക്, നിങ്ങളെ തൊട്ടടുത്തുള്ള 3 വീട്ടുകാർ, ആ 3 വീട്ടുകാർക്ക് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമാണ്, നിങ്ങളുടെ കാര്യത്തിൽ അവർ സന്തുഷ്ടരാണ്. അക്കാരണം കൊണ്ട് ആ മനുഷ്യന്റെ ദോഷം പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. അയൽവാസി എന്ന് പറഞ്ഞാലോ, ഒരു കടപ്പാടുള്ള അയൽവാസിയുണ്ട്. ചിലപ്പോൾ ചില അയൽവാസികളോട് 2 കടപ്പാട്, ചില അയൽവാസികളോട് 3 കടപ്പാട് കൂടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ജീറാനു സലാസ, അയൽവാസികൾ 3 വിധത്തിലാണ്. ജാറുൽ ലഹു ഹഖ്ഖുൻ വാഹിദുൻ, ചില അയൽവാസികളോട് 1 കടപ്പാടുണ്ട്. വജാറുൽ ലഹു ഹഖ്ഖാൻ, ചില അയൽവാസികളോട് 2 കടപ്പാടുണ്ട്. വജാറുൽ ലഹു സലാസതു ഹുഖൂഖ്, ചില അയൽവാസികളോട് 3 കടപ്പാടുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. നല്ലോണം ശ്രദ്ധിക്കണം. 1 കടപ്പാടുള്ള അയൽവാസിയുണ്ട്, 2 കടപ്പാടുള്ള അയൽവാസിയുണ്ട്, 3 കടപ്പാടുള്ള അയൽവാസിയുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളെ കണ്ണൂർ ജില്ലയിലൊക്കെ എന്താ പ്രത്യേകത? നിങ്ങളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ബന്ധുക്കളായിരിക്കും അല്ലെ? പെൺകുട്ടികൾ, ജ്യേഷ്ഠത്തി, അനുജത്തിമാരൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവുക. കാരണവന്മാരും ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക. എന്താ കാരണം? കല്യാണം കഴിക്കുമ്പോൾ 1.5 ഏക്കർ സ്ഥലമോ 1.5 ഏക്കറൊന്നും കിട്ടൂല, ഒരു 10 സെന്റ് സ്ഥലമൊക്കെ കൊടുക്കും. വീട് അവിടെ തന്നെ വരട്ടെ എന്ന ആഗ്രഹം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ. അവിടെയാണ് വീടുണ്ടാക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത വീട് ഏതാണ്? തന്റെ ജ്യേഷ്ഠത്തിയുടെ വീടാണ്, അനുജത്തിയുടെ വീടാണ്. അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീടാണ്, അനുജന്റെ വീടാണ്. നോക്കൂ നിങ്ങൾ, അത്തരം ആളുകളോട് നിങ്ങൾക്ക് എത്ര കടപ്പാടുണ്ട്? 3 കടപ്പാടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കടപ്പാട്, 1ഉം 2ഉം അല്ല, 3 എണ്ണം. 1 നിന്റെ രക്തബന്ധമാണ്.
നീയും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ്. കുടുംബബന്ധം ചേർക്കാത്തവൻ സ്വർഗത്തിൽ വരില്ല. നാളെ മാശറയിൽ ചെല്ലുമ്പോൾ ഒരു ഭയാനകമായ രംഗമാണ്. കുടുംബബന്ധം അള്ളാഹുവോട് ഇങ്ങനെ തർക്കിക്കും. മൻ വസലനി വസലഹുല്ലാഹ് മൻ ഖതഅനി ഖതഅഹുല്ലാഹ്. പടച്ചവനെ, കുടുംബമാകുന്ന എന്നെ മുറിച്ചവനെ നീ ഇന്ന് മുറിക്കണം റബ്ബേ. അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കരുത്. എന്നെ ചേർത്തിയവനെ നീ ചേർക്കണേ റബ്ബേ എന്ന് കുടുംബബന്ധം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ല. രക്തബന്ധം മുറിച്ചവന് കുടുംബത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ല. കുടുംബബന്ധം മുറിച്ചവൻ ശപിക്കപ്പെട്ടവനാണ്. ഖുർആനിൽ 3 സ്ഥലത്ത് ശപിക്കപ്പെട്ടവനെന്ന് കാണാം. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ പറയുകയാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അഹ്ലു ബൈത്തിന്റെ പിതാവ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഈ കുടുംബബന്ധം മുറിക്കുന്ന ആളെ കൂടെ നീ നടക്കരുത്. നീ കുടുംബബന്ധം മുറിക്കരുത് എന്നല്ല, കുടുംബബന്ധം മുറിക്കുന്ന ആളെ കൂടെ നീ നടക്കരുത്. കാരണം ഇന്നി വജത്തുഹു മൽഊനം ഫി കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ 3 സ്ഥലത്ത് മൽഊനായി ശപിക്കപ്പെട്ടവനായി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൂറത്ത് മുഹമ്മദിൽ നോക്കിയാൽ കാണാം. വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഭൂമിയിൽ അധികാരവും സ്വാധീനവും ഒക്കെ കിട്ടുമ്പോൾ തുഖത്തിഉ അർഹാമക്കും, രക്തബന്ധം നിങ്ങൾ മുറിക്കുമോ? നിങ്ങൾ കുടുംബബന്ധം മുറിക്കുമോ? ഫഅസമ്മഹും വഅഅമാ അബ്സ്വാറഹും. അവരല്ലാഹു തആല പൊട്ടന്മാരും കുരുടന്മാരുമാക്കിയിരിക്കുന്നു. ഉലൈക ലഅനഹുമുല്ലാഹ്. അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ ഖുർആനിൽ കാണാം. ശപിച്ചിരിക്കുന്നു. അപ്പൊ കുടുംബബന്ധം മുറിച്ചവനെ 3 സ്ഥലത്ത് ഖുർആനിൽ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ കൂടെ നടക്കരുതേ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു വലിയ ദുആ മജ്ലിസ്. ഒരുപാട് സ്വഹാബത്തിന് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആക്ക് ഉത്തരം കിട്ടണം, ഈ ദുആക്ക് ഉത്തരം കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ എന്ത് വേണം നബിയേ? കുടുംബബന്ധം മുറിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ വേഗം ഒന്ന് എണീറ്റ് പോണം. അവൻ ഈ സദസ്സിലുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും ദുആക്ക് ഉത്തരം കിട്ടൂല. എപ്പോഴാ നബി തങ്ങൾ ഇത് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന മഹാൻ ആ സദസ്സിലുണ്ട്. ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മഹാനുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. അലി നബി ത്വാലിബ് ഉണ്ട്. ഇങ്ങനെ പ്രമുഖരായ മഹാന്മാരായ ഔലിയാക്കന്മാർ മുഴുവനുമുള്ള സദസ്സ്, അള്ളാന്റെ റസൂലുള്ള സദസ്സ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എന്റെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കുടുംബബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മാറിത്തരണം. അവൻ ഈ സദസ്സ് എഴുന്നേറ്റ് പോവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി മാത്രം എഴുന്നേറ്റു. അയാളുടെ ഇളയമയുമായി, ഉമ്മയുടെ അനുജത്തിയുമായി എന്തോ ഒരു പ്രശ്നത്തിൽ വഴക്കായി വന്നതാണ്. അദ്ദേഹം ഓടുകയാണ്, ഓടിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഉയർന്നു വരുന്ന ആശയം, പടച്ചവനെ, ഇത്ര വലിയ മഹാന്മാരുണ്ടായിട്ട്, അള്ളാന്റെ റസൂലും സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഉണ്ടായിട്ട് അവരെ ദുആക്ക് പോലും ഉത്തരം കിട്ടാതെ തള്ളപ്പെടുന്നത് കുടുംബബന്ധം മുറിച്ച ഞാനൊരുത്തനുള്ളത് കൊണ്ടാണ്. ഞാൻ എത്ര ശപിക്കപ്പെട്ടവനാണ്, ഞാൻ എത്ര ഭാഗ്യം കെട്ടവനാണ്. ഞാനൊരുത്തൻ കാരണമായി ഈ വലിയ മഹാന്മാരുടെ സദസ്സിന് ഇജാബത്തില്ലെങ്കിൽ എന്റെ ദയനീയമായ അവസ്ഥ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ ഓടിപ്പോയി ഇളയമാനോട് മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് തിരിച്ചു ഓടി വരികയാണ്. ഈ സമയത്തെങ്ങാനും ഞാൻ മരിച്ചുപോയാൽ, ഞാനുള്ള സദസ്സിലുള്ള മഹാന്മാർക്ക് തന്നെ ദുആക്ക് ഉത്തരം കിട്ടൂലെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ സമയത്ത് മരിച്ചു പോയാൽ എന്ന് പേടിച്ചുകൊണ്ട് ഓടി വന്ന അദ്ദേഹം നബിന്റെ സദസ്സിലേക്ക് കയറാൻ സമ്മതം ചോദിച്ചു. നബിയെ, ഞാൻ പൊരുത്തപ്പെടിച്ചു, ഇപ്പോൾ എനിക്ക് ആരുമായി പ്രശ്നങ്ങളില്ല. അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ ശേഷമാണ് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ച ഒരു മനുഷ്യൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ തന്നെ ദുആക്ക് ഇജാബത്തില്ല. ഇത് പറയാൻ തന്നെ എനിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ദുആക്ക് വിളിച്ചാൽ ആരും വരൂല, ഏതായാലും ഇജാബത്ത് കിട്ടൂല. ആ ജാതി കുറെ ഉണ്ടാവും. അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ കുടുംബബന്ധം മുറിച്ച ആളുകളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകൂ, ഞങ്ങളൊന്ന് ദ്വാരക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറെ ബഹുമാനപ്പെട്ട കസാല മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. അത്രയും അത് വർദ്ധിച്ചു വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹദീസ് ഹൃദയത്തിലട നോട്ട് ചെയ്തോ. മരിച്ചു പോകേണ്ട തടിയാണ്, നിസാരമായ കാര്യത്തിന് ബന്ധം മുറിക്കണ്ട. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്. കുടുംബബന്ധം മുറിച്ച ആള് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം സുബഹിസ്കരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പ്രമുഖനായ സഹാബിയാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെ എപ്പോഴും വലങ്കയ്യായി സഞ്ചരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖുർആനിൽ വലിയ പാണ്ഡിത്യമുള്ള ആള്. അള്ളാന്റെ റസൂലിനെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, നിങ്ങളൊന്ന് ഖുർആൻ ഓതൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, നബിയെ, തങ്ങൾക്കല്ല ഖുർആൻ ഇറങ്ങിയത്, പിന്നെ ഞാൻ ഓതിയിട്ട് തങ്ങൾ കേൾക്കണോ? മിസ്ർക്ക് ഈത്തപ്പഴം കയറ്റണോ എന്ന് ചോദിച്ച പോലെ. ഉടനെ നബി പറഞ്ഞു, അല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, നിങ്ങളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നബി പോലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാൻ, അവസാനമായി അബൂജഹലിന്റെ തലമുറിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലിയിരിക്കും. സുബഹി നിസ്കരിക്കാൻ വന്ന ആളുകളൊന്നും പോകൂല, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അവസാനം അദ്ദേഹത്തിന്റെ ദിക്റുകളെല്ലാം കഴിയുമ്പോൾ അടുത്തുകൂടിയിട്ടൊന്ന് ദ്വാരക്കാൻ വേണ്ടി പറയും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ദ്വാ ചെയ്യാം, കുടുംബബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോകണം, പോലുണ്ടെങ്കിൽ ദ്വാരക്കൂല, വെറുതെ ദ്വാരക്കണ്ട. അവരെ എഴുന്നേൽപ്പിച്ചതിന്റെ ശേഷം മാത്രമേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദ്വാ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞതിൽ നിന്ന് രണ്ട് ഹദീസ് തന്നെ കടുപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈമാൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ച ആളെ കൂടെ നടക്കുക പോലും ചെയ്യരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ചില ആളുകളോട് 3 ബന്ധമാണ്. നിങ്ങളെ തൊട്ടടുത്ത വീട് ജ്യേഷ്ഠത്തിന്റെ വീടാവാം, അനുജത്തിന്റെ വീടാവാം, ആങ്ങളയുടെ വീടാവാം. ആ വീടുമായി നിങ്ങൾക്ക് 3 ബന്ധത്തിൽ ഒരു ബന്ധമേതാണ്? കുടുംബബന്ധം. കുടുംബബന്ധം മുറിച്ചാലുള്ള കടുപ്പം ഞാൻ പറഞ്ഞു. ഒന്ന് കുടുംബബന്ധം. രണ്ടാമത്തെ ബന്ധം ഏതാണ്? മുസ്ലിമും തമ്മിലുള്ള ബന്ധം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്, ഏക ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളാണ്. മുസ്ലിമും തമ്മിലുള്ള ബന്ധം അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഒരൊറ്റ തടി പോലെയാണ്. കാരണം എന്താണ്? ഒരു തടി പോലെയാണ്. ആ തടിയിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് കാലിനൊരു മുള്ളു കുത്തി പഴുത്താൽ ആ വിരല് മാത്രമല്ലല്ലോ അതിനു വേണ്ടി പരിക്കുന്നത് ശരീരം മുഴുവനുമാണ്. നിങ്ങളെ ഏതെങ്കിലും കാലിന്റെ ഒരു വിരലിന് മുള്ളു കുത്തിയാൽ ആ വിരലിന് മാത്രമാ പ്രശ്നമുള്ളത്? അല്ലല്ലോ. ആ വിരൽ പഴുത്തു കഴിഞ്ഞാൽ അത് കാരണമായി ശരീരത്തിന് മുഴുവനും പനി വരുന്നത് പോലെ ഏതെങ്കിലും ഒരു മുസ്ലിമിനിക്കൊരു വേദനയുണ്ടായാൽ നിങ്ങൾക്ക് മുഴുവനും വേദനിക്കാൻ കഴിഞ്ഞാൽ അവനാണ് മുസ്ലിം. അതുകൊണ്ട് മുസ്ലിമും തമ്മിലുള്ള ബന്ധം മറ്റൊരു സ്ഥലത്ത് പറയുന്ന കൽ ബുന്യാൻ, കെട്ടിടം പോലെയാണ്. കെട്ടിടത്തിന്റെ കല്ലുകൾ അടുക്കി വെച്ചതുപോലെ നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ബന്ധം മുസ്ലിമും എന്ന ബന്ധമാണ്. അതും പ്രധാനപ്പെട്ട ബന്ധമാണ്. 2. മൂന്നാമത്തെ ബന്ധം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അയൽവാസി ബന്ധമാണ്. അപ്പൊ ഇന്ന് മിക്കവാറും നിങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് നിങ്ങൾക്ക് 3 കടപ്പാടുണ്ട്. 3 കടപ്പാട് അല്ലേ? കുടുംബ ബന്ധം, മുസ്ലിമും തമ്മിലുള്ള ബന്ധം, അയൽവാസി ബന്ധം. ഈ 3 ബന്ധം ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ ആദരവോടുകൂടെ ഒരിക്കലും അയൽവാസികളെ വെറുപ്പിക്കാതെ ക്ഷമിച്ച് ജീവിക്കാൻ പഠിക്കണം. എല്ലാവർക്കും ഒരുപോലെ വിവരമുണ്ടാവണമെന്നില്ല, ഒരുപോലെ സംസ്കാരം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിന്റെ അയൽവാസികൾ നിന്നോട് മോശമായി പെരുമാറിയാൽ, ക്രൂരമായി പെരുമാറിയാൽ അത് സഹിക്കാനും ക്ഷമിക്കാനും നീ തയ്യാറായെങ്കിൽ മാത്രമേ നീ അയൽവാസികൾക്ക് ഗുണം ചെയ്തവനാവുകയുള്ളൂ. അതാ ബന്ധം ചേർക്കൽ. പിന്നെ എന്തല്ല, നമ്മൾ മനസ്സിലാക്കിയൊരു തിയറി എന്താ? ഇങ്ങോട്ട് നല്ലോണം നിന്നാ അങ്ങോട്ടും നല്ലോണം നിൽക്കും, ഇങ്ങോട്ട് കളിച്ചാലോ ഡബിളായിട്ട് അങ്ങോട്ടും. അത് അല്ല, അതിനെന്താ പറയാ, നിഷ്പക്ഷത എന്നൊക്കെ ആവും പറയാൻ പറ്റില്ല. അതാ ചേർക്കൽ. ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതാണോ? അയൽവാസി ബന്ധം ചേർക്കൽ അതാണോ? കുടുംബ ബന്ധം ചേർക്കൽ അതാണോ? ഇങ്ങോട്ട് നല്ലോണം നിൽക്കുന്ന ആളുകളോട് നമ്മൾ അങ്ങോട്ട് നല്ലോണം നിൽക്കുക. ഇങ്ങോട്ട് മോശമായി പെരുമാറുമ്പോൾ നമ്മൾ എന്തിനാ മോശക്കാരാകുന്നത്? അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളെന്താ അവരുമായിട്ട് നമ്മളായിട്ടാ സബൂറാക്കണത്? വേറെ ആരെങ്കിയാണെങ്കിൽ അടിച്ചു കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാം. ഇങ്ങോട്ട് മോശമായി പെരുമാറി അങ്ങോട്ടും മോശമായി, ഇങ്ങോട്ട് നല്ലോണം നിന്നാ അങ്ങോട്ടും നല്ലോണം, ഇങ്ങോട്ട് കളിച്ചാൽ അങ്ങോട്ടും കളി. ഇതിനൊരു പ്രത്യേകതയില്ല, അതെല്ലാരും ചെയ്യണം. അതിന് കൂലില്ല. കൂലി എവിടെയാണ്? ഇങ്ങോട്ട് നല്ലോണം നിൽക്കുന്ന ആളുകളോട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നല്ലോണം നിൽക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് കൂലി വയ്ക്കണ്ട അള്ളാനോട്. അങ്ങനെ തന്നെയല്ലേ? അത് ചേർക്കുക എന്ന് പറയില്ലേ? അയൽവാസി ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയില്ല. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബന്ധങ്ങൾ ഇങ്ങോട്ട് ചേർക്കുന്ന ആളോട് അങ്ങോട്ട് ചേർക്കലല്ല യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കൽ, അല്ലെങ്കിൽ അയൽവാസി ബന്ധം ചേർക്കൽ. പിന്നെന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ മാന്യന്മാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സ്വർഗാവകാശികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി 3 സ്വഭാവങ്ങൾ ആർക്ക് മാത്രമേ ഉണ്ടാവൂ? സ്വർഗത്തിൽ കിടക്കണ അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ കെട്ടി മറിഞ്ഞാലും ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 3 കാര്യങ്ങൾ സ്വർഗാവകാശികൾക്ക് മാത്രമേ ഉണ്ടാകൂ. ലാ യൂജദു ഇല്ലാ ഫീ കരീമിൻ, മാന്യന്മാരിലല്ലാതെ അതുണ്ടാവില്ല. മാത്രമല്ല 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അള്ളാഹു നാളെ പരലോകത്ത് ചെറിയ വിചാരണ മാത്രം നടത്തിയിട്ട് അവനെ സ്വർഗത്തിൽ കടത്തും. അള്ളാഹു ശരിക്കെങ്ങാനും വിചാരണ നടത്താൻ തുടങ്ങിയാൽ ഒരിക്കലും ഒരു മനുഷ്യന് രക്ഷപ്പെടാനാവില്ല. നിന്റെ 35 വയസ്സ് എങ്ങനെ ചെലവാക്കി, എവിടെന്ന് പണം സമ്പാദിച്ചു, എങ്ങനെ ചെലവാക്കി, യുവത്വം എങ്ങനെ ചെലവാക്കി എന്നൊക്കെ റബ്ബ് കൃത്യമായി ചോദിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെടുക പ്രയാസമാണ്. ഈ 3 ഗുണങ്ങളുള്ള ആളെപ്പറ്റി റസൂലുള്ള പറയാണ്, ഈ പറയാൻ പോകുന്ന 3 ഗുണങ്ങളുണ്ടെങ്കിൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അള്ളാഹു ലളിതമായ രൂപത്തിൽ അവനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കർക്കശമായ ചോദ്യം ചെയ്യൽ അവൻ ഉണ്ടാവില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആർക്കാ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാം? അതുകൊണ്ട് ഹിസാബൻ യസീറാ, ചെറിയ രൂപത്തിൽ മാത്രം, പേരിന് മാത്രം ഒരു ചോദ്യം ചെയ്യൽ, ഹിസാബ് നടത്തലേ ഉണ്ടാകൂ. മാത്രമല്ല വഅദ്ഖലഹുല്ലാഹു ജന്നതഹു, അവന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. അവന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. സ്വർഗ്ഗക്കാർക്ക് മാത്രമേ ആ ഗുണങ്ങൾ ഉണ്ടാകൂ. ഏതൊക്കെയാണത്? അന്തസില മൻ ഖതഅക വതുഅതിയ മൻ ഹറമക വതഅഫു അമ്മൻ ലലമക. നബിയുനാ റസൂലുള്ളാഹി നല്ലപോലെ ശ്രദ്ധിച്ചോ. മനസ്സ് ശുദ്ധീകരിക്കാൻ പറ്റിയ, ജീവിതം അടിമുടി മാറ്റിയെടുക്കാൻ പറ്റിയ ഉപദേശമാണ് പ്രവാചകനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യത്തോടെ പറഞ്ഞത്. ചെറുങ്ങനെ മാത്രമേ പരലോകത്തെ ഹിസാബ് നടത്തുള്ളൂ, സ്വർഗത്തിൽ കടക്കും. സ്വർഗക്കാർക്ക് മാത്രമേ ആ സ്വഭാവം ഉണ്ടാവൂ. ഏതാണത്? അന്തസിലമൻ ഖതഅക, നീയുമായുള്ള ബന്ധം മുറിച്ചതിനെ നീ ചേർക്കലാണ്. ആരെങ്കിലും ഇങ്ങോട്ടുള്ള ബന്ധം മുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ വീട്ടിൽ വലിയൊരു സദ്യ നടന്നു, നമ്മളോട് പറഞ്ഞിട്ടില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി മകളുടെ നിശ്ചയമാണ്. ആ നിശ്ചയം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെ മനസ്സിന് സത്യത്തിൽ വളരെ പ്രയാസം ഉണ്ടാകും. ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു അയൽവാസിയല്ലേ, എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവൻ ബന്ധം മുറിക്കുകയാണ്. ബന്ധം മുറിക്കുന്ന രൂപത്തിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മളോട് കരുതി കൂട്ടി പറഞ്ഞില്ല. അപ്പൊ നമ്മളെ മനസ്സിന് പ്രയാസമുണ്ടാകും. പക്ഷേ പ്രയാസമുണ്ടാവരുത്. നമ്മുടെ വീട്ടിലൊരു ചടങ്ങുണ്ടാകുമ്പോൾ യാതൊരു വൈമനസ്യവുമില്ലാതെ ആദ്യം തന്നെ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇത് പടച്ചവന് വേണ്ടിയാണ്, സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയാണ്, ഈ ജീവിതം പകപോക്കാനുള്ളതും പ്രതികാരം ചെയ്യാനും ഉള്ളതല്ല. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകൂടാ, ഞാനും അങ്ങനെ ചെയ്താൽ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനൊരു മൂമിനാണ്, അതുകൊണ്ട് ഈമാന്റെ സ്വഭാവം എനിക്ക് വേണം. ഇസ്ലാം കാര്യം മുഴുവനും പഠിപ്പിക്കുന്നത് മനുഷ്യനും ബന്ധം ചേർക്കാനാണ്, മുറിക്കാനല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ തീരുമാനിക്കണം, ആദ്യം നമുക്ക് അവനോട് പറയണം. ചിലപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും പറയും, ഉപ്പ അവിടെ പറയണ്ട, ഏതായാലും നിശ്ചയം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, നമുക്കും പറയണ്ട. അതല്ല, മക്കളോട് പറയാം. അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ ആദ്യം നമ്മൾ അവിടെ പറയണം. കാരണം നമ്മുടെ സംസ്കാരം എന്ന് പറയാം, നമ്മൾ മുസ്ലിമീങ്ങളാ, മോമിനീങ്ങളാ. സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് മാത്രമേ മക്കളെയും സ്വഭാവം ഉണ്ടാവൂ. മുറിച്ചത് ചേർക്കുക, ചേർത്തിയത് അങ്ങോട്ടും ചേർക്കുക എന്നുള്ള അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഉറപ്പല്ലേ? നമുക്ക് അയൽവാസികൾ ഒരു പരിപാടി ഉണ്ടായി, നല്ലോണം ബിരിയാണി, നെയ്ച്ചോറും ഫ്രൂട്ട്സും ലൈം ടീ ഒക്കെ തന്നാൽ തീർച്ചയായിട്ടും അവരുടെ മഹബത്ത് ഉണ്ടാവും, തിരിച്ച് നമ്മളും ക്ഷണിക്കും. അതല്ല, അവര് മുറിക്കുമ്പോൾ നമ്മളത് ചേർക്കണം. അത് സ്വർഗക്കാർക്ക് ഉണ്ടാവും. സ്വർഗത്തിന്റെ വില മനസ്സിലായവൻ, അള്ളാനെ മനസ്സിലായവൻ, ഈമാനും ഇസ്ലാമും തിരിഞ്ഞോനെ ആ സ്വഭാവം ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും നോട്ട് ചെയ്ത, വാശി വേണ്ട. ആര് മോശമായി പെരുമാറിയാലും നല്ലതുകൊണ്ട് അങ്ങോട്ട് പ്രതികരിക്കണം. നല്ലതുകൊണ്ട് പ്രതികരിക്കുക എന്നല്ല ഖുർആൻ പറയുന്നത്, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കണം. നല്ലതുകൊണ്ട് പ്രതികരിക്കണം, ഏറ്റവും നല്ലത്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കണം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ആദ്യം അവരെ ക്ഷണിക്കാൻ തീരുമാനിക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാ, അൽഹംദുലില്ലാ, പഠിച്ചോൻ തൗഫീഖ് കൊണ്ട് ആരും വരാതിരിക്കരുത്, എല്ലാവരും വരണം. ആദ്യമായി ഞാൻ ബിസ്മില്ലാഹി ചൊല്ലി ഇറങ്ങി നിങ്ങളെ ക്ഷണിക്കുന്നത്. വരട്ടെ, വരാതിരിക്കട്ടെ, നമ്മൾ ആഗ്രഹിക്കണം.
ഇത് സ്വർഗ്ഗക്കാർക്ക് മാത്രം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ മനസ്സ് ആ രൂപത്തിലേക്ക് അള്ളാഹു തആല പാകപ്പെടുത്തി തരുമാറാവട്ടെ. വല്ലാത്തൊരു കാര്യമാണ്. അന്തസിലമൻ ഖതഅക, നീയുമായുള്ള ബന്ധം മുറിച്ചവൻ, ആ ബന്ധം മുറിച്ച് നീ ചേർക്കാൻ ശ്രമിക്കണം. നിന്റെ വീട്ടിലേക്ക് കരണ്ടിന്റെ ലൈന് വരണം. അയൽവാസിയുടെ പറമ്പിലൂടെയാണത് വലിക്കേണ്ടത്. ഓൻ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അവനോട് പറഞ്ഞു, വെളിച്ചം കാണുന്നില്ല. കുട്ടികൾ SLC പഠിക്കുന്ന കുട്ടികളാണ്, +2 പഠിക്കുന്ന കുട്ടികളാണ്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിരുന്നിട്ടാണ്, കരണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ ഒന്ന് സഹകരിക്കണം, ഒരു ലൈന് വലിക്കാൻ അനുവാദം തരണം. ഞാൻ ആലോചിച്ചു പറയാം എന്ന് പറഞ്ഞാൽ തരാൻ വിചാരിച്ചിട്ടില്ല അതിന്റെ അർത്ഥം. അല്ലെ എന്താ ആലോചിക്കാനായി? പിന്നെ ഓനെ കാണൂല, നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവസാനം കുത്തി കുത്തി ചോദിക്കുമ്പം പറയും, ഇപ്പൊ ഭൂമിക്ക് എന്താ വില? നിന്റെ ലൈൻ അതിന്റെ മുകളിലൂടെ വന്നാൽ എനിക്ക് അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പറമ്പിന്റെ മുകളിലൂടെ ഒരു ഭാഗത്തിലൂടെ ലൈന് വന്നാൽ, ഈ ലൈന് വന്നു കഴിഞ്ഞാൽ അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല, വില കുറഞ്ഞു പോകും, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ മരിക്കോളം മണ്ണെണ്ണ കത്തിച്ച് കണ്ടാൽ മതി, ലൈറ്റൊക്കെ ഞങ്ങളെ പോലത്തെ മതി. ഓ ആയിക്കോട്ടെ, എന്നാ വെറുക്കണ്ട, ഓന്റെ സ്വാതന്ത്ര്യമല്ലേ. അൽഹംദുലില്ലാ, നമുക്ക് ഇങ്ങനെ അള്ള കണക്കാക്കിയെന്ന് കൂട്ടാം. ഇതാരോടും പറയണ്ട. ഒരു ലൈന് വലിക്കാൻ നോക്കിയിട്ട് ഓൻ തന്നില്ല, ഓൻ ആരാ ആന്ന് പറയണം. നമ്മളെ നാവിനെ സൂക്ഷിക്കുക, മനസ്സിലായില്ലേ? പിന്നെ ഓനൊരു കിണർ കുത്തണം. ഇപ്പൊ കിണർ കുത്താനും ചിലപ്പം അടുത്ത വീട്ടുകാരന്റെ അനുവാദം വേണ്ടിയിരിക്കും. കിണർ കുത്താമാണ് അടുത്ത വീട്ടുകാരൻ ആരാണ്? ഉദാഹരണം പറയാം, ആ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു നിയമം വന്നാൽ ഒരു കോയൽക്കിണർ കുഴിക്കണം, അതിനടുത്ത വീട്ടുകാരന്റെ സമ്മതം വേണം. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോ അവൻ വരികയാണ്, എന്റെ പറമ്പില് 2 മാസം വെള്ളം കിട്ടൂല, നമ്മളെ കിണറ്റില് ഒരു കോയൽക്കിണർ അടിക്കാൻ തീരുമാനിച്ചു, ഇത് ഒപ്പിട്ട് തരണം. ആയിക്കോട്ടെ, കൊണ്ട് ഒപ്പിട്ട്, അൽഹംദുലില്ലാ. വേഗം ആ ലൈന് വലിക്കാൻ ഒപ്പിട്ടാൽ ഇതിന് തരാന്ന് പറയാൻ നിൽക്കണ്ട, അവിടെ ഒപ്പിട്ട് കൊടുക്കും. അവിടെയാണ് നിന്റെ വില. ഈമാൻ എത്ര ഉയർന്നു, ഈമാനുള്ള സംസ്കാരം, സത്യവിശ്വാസിയുടെ സംസ്കാരം എത്ര ഉന്നതമാണ്. അന്തസിലമൻ ഖതഅക, ആരെങ്കിലും മുറിച്ചാൽ നീ അത് ചേർക്കാൻ ശ്രമിക്കണം. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. സ്വർഗ്ഗക്കാർക്ക് മാത്രമേ ഉണ്ടാവൂ. അത്തരം ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോൾ അവനെ ചോദ്യം ചെയ്ത് ഇടങ്ങാറാക്കാതെ ഹിസാബൻ യസീറാ, ചെറിയ രൂപത്തിൽ പേരിന് മാത്രം ഹിസാബ് നടത്തി അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. ശരിയല്ലേ? ഈ സ്വഭാവം നല്ല മനുഷ്യർക്കേ ഉണ്ടാവും, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേത് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും തടഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നീ കൊടുക്കലാണ്. നിനക്കെന്തോ ഒരു ആനുകൂല്യം കിട്ടുന്ന സമയം, നിനക്കെന്തോ ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് ലഭിക്കുകയാണ്. ആ ആനുകൂല്യം ലഭിക്കുന്ന സമയത്ത് ആരാണ് അതിന് പാര വെച്ചത്? സ്വന്തക്കാരൻ അല്ലേ? സാധാരണ പാര പോലെ അങ്ങനെയാണ്, അടുത്തുന്ന പോവാ. എന്തോ ഒരു ഗുണം നിനക്ക് കിട്ടേണ്ടതായിരുന്നു, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം നിനക്ക് കിട്ടേണ്ടി വരുമ്പോൾ ആ കിട്ടുന്ന ഗുണം അതാ തന്ത്രപൂർവ്വം മറ്റുള്ളവൻ പാര വെച്ച് തടുക്കുന്നു. നിനക്കത് മനസ്സിലായി, അവന്റെ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കത് മുടങ്ങിപ്പോയി. എന്നാൽ അവൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവനത് കൊടുക്കാൻ നീ മറക്കരുത്. നിനക്ക് എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞാൽ നിനക്ക് തടഞ്ഞവർക്ക് നീ കൊടുക്കലാകുന്നു. മനസ്സിലായില്ലേ? നിനക്കെന്തെങ്കിലും ഹൈറ് വരുന്നത് ഒരാൾ തടഞ്ഞു. ഉദാഹരണം പറയാൻ, എൻ്റെ മകളെ കല്യാണം വന്നു, മകളെ കാണാൻ വേണ്ടി ഒരു കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു യോജിച്ച ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. ഒരു നല്ല സ്വാലിയായ ഭർത്താവ് വന്ന് കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, നടത്തണമെന്ന് നമ്മൾ രണ്ടു കൂട്ടരും ആഗ്രഹിച്ചു. അപ്പോ അയൽ വീട്ടുകാരന് സഹിക്കുന്നില്ല. ഓന്റെ കുട്ടിക്ക് 17 ആയിട്ടുള്ളൂ, എൻ്റെ കുട്ടിക്ക് 19 ഇതല്ല ആദ്യം നടക്കേണ്ടത്. ഒരസൂയ, അതിനൊക്കെ അസൂയുള്ളവരുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് മൂത്താ പിന്നെ ഏത് ഹൈറും അത് തടയും. അങ്ങനെ ഇവനെന്ത് ചെയ്തു? ആ പുതിയാപ്പളന്റെ വീട്ടുകാർ അയൽ വീട്ടിലൊക്കെ അന്വേഷിക്കും, ഈ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? കല്യാണം മുടക്കാൻ നുണയൊന്നും പറയേണ്ട ആവശ്യമില്ല, നേര് പറഞ്ഞ് തന്നെ മുടക്കാം. ഇന്ന് ചെറുപ്പക്കാരിങ്ങനെ പെണ്ണ് കാണാൻ വരും, 1 2 ഒന്നല്ല, ബൽക്കിത് രസാ. ഹോർലിക്സ് കിട്ടും ചെയ്യും, പെൺകുട്ടികളെ കാണുകയും ചെയ്യാം, വർത്താനം പറയാ. അങ്ങനെ പെണ്ണ് കാണാൻ പോക്കാം. പെണ്ണ് കാണാനായിട്ട് 2 കൂട്ടം ഫാനും കുപ്പായി അടിച്ചു വെക്കും. പുതിയാപ്പളവനല്ലേ, പെണ്ണ് കാണാൻ പോയി വന്നിട്ട് എന്താക്കും? കുറ്റങ്ങൾ പറയും. തടിയില്ല, അല്ലെങ്കിൽ പറയും നീട്ടം കൂടുതൽ, അല്ലെങ്കിൽ മുടി വലിപ്പല്ല. ഇങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞ് നീട്ടം കൂടി, തടി കൂടി, വണ്ണം കുറഞ്ഞോ വണ്ണം കൂടിയോ ഒക്കെ പ്രശ്നമാണ്.
ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളിന് മുമ്പ് വയനാട്ടിലൊരാൾ സാധു ചെറുപ്പക്കാരൻ എങ്ങനെ ഇവനെ ഈ പെണ്ണ് കാണിച്ചു കൊടുക്കൽ കാരണവന്മാരാണ് അമ്മാവന്മാർ. ഒരു പെണ്ണും ഇവന് പറ്റില്ല. ചില ആൾക്ക് വസ്വാസം ഉണ്ടാവും. ചിലപ്പോൾ പറയും നീട്ടം കൂടുതലാണ്, ചിലപ്പം പറയും തടി കൂടുതലാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നല്ല ഭംഗിയുള്ള മുടിയില്ല, അല്ലെങ്കിൽ ഓന്റെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ച് ആയിട്ടില്ല. കാരണോല് തോണ്ടുമായിരുന്നു മൂപ്പര് മരക്കച്ചവടക്കാരനാ, മൂപ്പർക്ക് മൂപ്പരെ പണി നടക്കണ്ടേ. അവസാനം ഒരു പെണ്ണിനെ കണ്ടിട്ട് ചോദിച്ചു, ഇവര് കാരണോൽക്ക് വന്നു, ഇത് ഓനെ പറ്റിക്കൂടായല്ല, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. എങ്ങനെ ഉണ്ടോ ഇത് തരക്കെടില്ല, നല്ല കുട്ടിയാണ്, പക്ഷെ ഒരു തറാറ് നീട്ടം കുറച്ച് കൂടുതലാണ്. അപ്പോ മരക്കച്ചവടക്കാരനല്ല ഇയാള് പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള എടുത്തോ, ബാക്കി അവിടെ കിടന്നോട്ടെ. മരാകുമ്പോ അങ്ങനെയുള്ള മരത്ത് നീട്ടം കൂടുതലാണ്, എനിക്ക് വേണ്ട എടുത്തോ, ബാക്കി കിടന്നോട്ടെ. ചെത്തി മീനിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനും പറ്റണതാ. ചിലർക്ക് കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നിറം പോരാ. ഇത് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റണ പ്രശ്നമല്ല, മരം മുറിക്കും പോലെ മുറിക്കാൻ പറ്റിയതല്ല. അങ്ങനെ അനവധി ആളുകൾ ചിലപ്പോൾ ഒരു പെൺകുട്ടിനെ കണ്ടുപോയിട്ടുണ്ടാകും. ഈ കുട്ടിനെ കാണാൻ വേണ്ടി വന്നു, പരസ്പരം ഇഷ്ടപ്പെട്ടു. എന്നാലും അയൽവക്കത്തൊന്ന് ചോദിക്കും, അയൽവാസികളോടൊന്ന് ചോദിച്ചു, അല്ല ഞങ്ങൾ ആ കുട്ടിനെ കാണാൻ വന്ന എന്താ നിങ്ങൾക്ക് അഭിപ്രായം? അവരൊക്കെ ദീനും ചുറ്റുപാടൊക്കെ എങ്ങനെ? അവർക്ക് സഹിക്കുന്നില്ലല്ലോ ഉള്ളില്, കളവ് പറയാൻ കഴിയുന്നുമില്ല, നേരെ തന്നെ പറഞ്ഞാൽ മതി. അത് ഒരുപാട് ആൾ വന്ന് നോക്കിപ്പോയതാണല്ലോ. ഒരുപാട് ആള് വന്ന് നോക്കിപ്പോയതാന്ന് പറഞ്ഞാൽ തീർന്ന്. കാരണം അപ്പം ചിന്തിക്കും, ഒരുപാട് ആള് വന്ന് നോക്കിപ്പോയി, ഇവൾക്ക് ആർക്കും പറ്റിയിട്ടില്ല, അപ്പൊ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. തൽക്കാലം നമുക്ക് അപ്പൊ നേര് പറഞ്ഞ തന്നെ മുടക്കാം. ഞാൻ നീ മസല കേട്ടുകാട്ട് നേര് പറഞ്ഞ് മുടക്കാൻ നിൽക്കരുത്. ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു ഖൈറായ കാര്യം നമ്മുടെ മകൾക്കൊരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണം മുടക്കികൾ, അതല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിട്ട് 19 വയസ്സ് പൂർത്തിയായിട്ടില്ല, കുട്ടിക്ക് 17 ആയിട്ടുള്ളൂ, പെറ്റീഷൻ കൊടുത്ത് കല്യാണം നടക്കുമ്പോൾ പോലീസ് വരും, ഓരോ കുലിമല. ഇങ്ങനെ എന്തെല്ലാം ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാന്റെ ഭൂമിയിൽ. നിങ്ങളെ വിചാരം ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തക്കാരനാ, അല്ല പുറമെന്ന് മലപ്പുറത്തുനിന്ന് ഒരാൾ കേസ് കൊടുക്കാൻ പോകില്ല. സ്വന്തക്കാർക്കാണ് ഈ വാശിയും ദേഷ്യവും മുഴുവൻ. ഓക്കെ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ഒരാൾ തടഞ്ഞാൽ നീ ആ പക മനസ്സിൽ വെക്കണ്ട. അവനിക്കൊരു പ്രശ്നം വരുമ്പോൾ കൊടുക്കാൻ നീ തയ്യാറാവണം. അവന്റെ മകളെ കാണാൻ വേണ്ടി വന്ന നിന്റെ കുടുംബക്കാരനാണ്, എനിക്കെന്ത് ചെയ്യാം, അത് വേണ്ടടാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നീ എന്താ പറയേണ്ടത്? അവിടെ തന്നെ കെട്ടണം, നല്ല കുട്ടിയാ, നീ കൂട്ടിപ്പോയി കാണിച്ചു കൊടുത്ത് കല്യാണം നടത്തി കൊടുക്കണം. ഇത് സ്വർഗക്കാർക്കല്ലാതെ ആർക്കാ ഈ ജാതി സ്വഭാവം ഉണ്ടാകാം? നിങ്ങൾ ആലോചിച്ചോ. ലാ തൂജദില്ലാ ഫീ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിലല്ലാതെ ഈ ഗുണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു തആല നാളെ പരലോകത്തവനെ ഇടങ്ങാറാക്കാതെ ഹിസാബൻ യസീറ, ചെറിയ രൂപത്തിൽ മാത്രമേ ഹിസാബ് നടത്തുകയുള്ളൂ. മൂന്നാമത്തത് നിന്നെ ആക്രമിച്ചവനിക്ക് മാപ്പ് കൊടുക്കലാണ്. പകവെക്കാതെ ആര് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ അവന്റെ വിവരക്കേട് കൊണ്ട് ദ്രോഹിച്ചതാണ്, അതിനൊരിക്കലും പ്രതികാരം ചെയ്യാൻ നിൽക്കരുത്. പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല പ്രവാചകന്റെ ഗുണമാണത്. വിവരദോഷം ആരെങ്കിലും ചെയ്തു കളഞ്ഞാൽ അതിനെ തൊട്ട് തിരിഞ്ഞു കളയുക, പ്രതികാരം ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ സ്വർഗക്കാർക്കേ ഉണ്ടാവൂ. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക, അയൽവാസി ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ലോണം നിൽക്കുന്നവരോട് അങ്ങോട്ടും നല്ലോണം നിൽക്കുക, ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് മോശമായി പെരുമാറുക എന്നതല്ല. ഈ പറഞ്ഞതാണ് ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഈമാൻ ഉണ്ടാവണമെങ്കിൽ അത് വേണം, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അത് വേണം. അതല്ല നേരത്തെ പറഞ്ഞ നിസ്കാരം നോമ്പ് മാത്രം പോരാ. ഇതൊക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ ചെയ്യുമ്പോൾ നിസ്കാരമാകുമ്പോൾ ഈ സ്വഭാവമൊക്കെ ഉണ്ടാവും. കുടുംബ ബന്ധത്തോട് വില ഉണ്ടാവും, അയൽവാസികളോട് താല്പര്യം ഉണ്ടാകും. അതൊക്കെ ഈമാൻ ഉണ്ടാവുമ്പോൾ വർദ്ധിച്ചു വരുന്ന സംഗതിയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സദസ്സിലേക്ക് വന്നു. കൂടുതൽ ആളുകൾ ആ സദസ്സിലുണ്ട്. അവിടെ വെച്ച് നബി തങ്ങൾ ചോദിക്കുകയാണ്, മൻ യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാൻ ചില കലിമത്തുകൾ പറയാൻ പോകുന്നു, ചില വചനങ്ങൾ ഞാൻ ഇതാ പറയാൻ പോകുന്നു. ആരാണത് മുറുകെ പിടിക്കുക? ഫയഅമലു ബിഹിന്ന, അതനുസരിച്ച് ആരാണ് പ്രവർത്തിക്കുക? ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഞാൻ എന്ന് പെട്ടെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല എല്ലാവർക്കും. ചോദ്യം മനസ്സിലായോ? നബി തങ്ങൾ വന്നിട്ട് പറയാണ്, ഞാൻ ചില കലിമത്തുകൾ പറയാൻ പോവുകയാണ്. ഈ വചനങ്ങൾ, ഈ തിരുവചനങ്ങൾ ആരാണ് എന്നിൽ നിന്ന് പിടിക്കുക, ശരിക്കും മനഃപ്പാടമാക്കുക, എന്നിട്ട് അതുപോലെ അമൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ ധൈര്യമുള്ളവരാരുണ്ട്?
പേടിയാണ്, ഒന്ന് മറന്നുപോവോ? ഏറ്റെടുത്താൽ ഞാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ചെയ്യണ്ടേ? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ആരാണ് ഏറ്റെടുക്കുക, എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകാരാണ്. അപ്പൊ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നല്ല ബുദ്ധി സാമർത്ഥ്യമുള്ള മനപ്പാടമുള്ള പണ്ഡിതനാണ്. അബൂ ഹുറൈറ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നബിയെ തങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ശരിക്കത് കേട്ട് പഠിക്കും, ഞാൻ അതുപോലെ അമൽ ചെയ്യും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതല്ലേ അബൂ ഹുറൈറയുടെ റിപ്പോർട്ട്? എത്രയാണ് ഹദീസിലുള്ളത്? ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ 5 എണ്ണം ഇങ്ങനെ എണ്ണിക്കൊടുത്തു എന്ന് അബൂ ഹുറൈറ പറയുകയാണ്. 5 എണ്ണം ഇങ്ങനെ എണ്ണിക്കൊടുത്തു. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശരിക്ക് ശ്രദ്ധിക്കണം, ഇത്തഖിൽ മഹാരിം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകളെ സൂക്ഷിക്കണേ, ഹറാമുകളെ സൂക്ഷിക്കണം. എന്നാൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണ്. ആബിദ് കാരണം അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന ആൾ, നല്ല ആബിദായ മനുഷ്യനാണ്. അള്ളാഹ്ക്ക് നല്ലപോലെ വഴിപ്പെടുന്ന, നല്ലപോലെ ഇബാദത്ത് ചെയ്യുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന, അങ്ങനെ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ആൾക്കാണ് ആബിദീങ്ങൾ എന്ന് പറയുക. അള്ളാഹിന്റെ റസൂല് പറയാണ്, നിനക്ക് ഏറ്റവും വലിയ ആബിദാവണോ, ഹറാമുകളെ ഒഴിവാക്കൂ, ഹറാമുകളെ ഒഴിവാക്കുക. ഹറാമുകളെ ഒഴിവാക്കിയാൽ തന്നെ നീ ഏറ്റവും വലിയ ആബിദാണ്. കുറേ ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നല്ല കാര്യം ഹറാം ഒഴിവാക്കുക. പലിശ ഒഴിവാക്കുക, ലോട്ടറി ഒഴിവാക്കുക, വ്യഭിചാരം ഒഴിവാക്കുക, അയൽവാസികളെ വെറുപ്പിക്കൽ, കുടുംബക്കാരെ വെറുപ്പിക്കൽ, മാതാപിതാക്കളെ വെറുപ്പിക്കൽ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം വെറുപ്പിക്കൽ, ഈ ജാതി വൃത്തികേടുകളൊക്കെ ഒഴിവാക്കുക. അതൊക്കെയാണ് ശ്രദ്ധിച്ചാൽ തന്നെ അഅബദന്നാസ്, നീ വലിയ ആബിദാണ്. ചിലപ്പോൾ നേരം പുലരുവോളം നിസ്കരിക്കുന്നവന് കിട്ടുന്നതിനേക്കാൾ ഇത്തരം ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് നിനക്ക് ലഭിക്കും. ഹറാമിന് ചാൻസ് കിട്ടുമ്പോൾ അത് ഒഴിവാക്കുക, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, 3 ആളുകൾ യാത്ര പോയ കഥ. ഞാൻ കഥ പറയുന്നില്ല, വിഷയം കൊണ്ടുപോകും. 3 ചെറുപ്പക്കാർ യാത്ര പോകുമ്പോൾ ശക്തമായ മഴയും കാറ്റും വന്ന് ഗുഹയിൽ ഒളിച്ചു. ഗുഹാമുഖം ഒരു പാറക്കല്ല് വന്ന് ജാമായി അടഞ്ഞു. സൂര്യപ്രകാശം പോലും കിട്ടാതെ മരിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ വലിയ ഖൗഫുണ്ടാകും, പേടിയുണ്ടാകും. മരണം മുമ്പിൽ കാണാണ്, ശ്വസിക്കാനുള്ള വായു കിട്ടുന്നില്ല. ഉന്തിത്തള്ളാൻ പറ്റിയ കല്ലല്ല, മലമുകളിൽ നിന്ന് ഉരുണ്ട് വന്ന് ഗുഹാമുഖത്ത് ജാമായി പോയി. ഈ 3 ആളുകൾ എങ്ങനെ ശബ്ദിച്ചാലും പുറം ലോകം കേൾക്കൂല, മലയിലാണ്. അപ്പോ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞു, നമ്മളെ ശക്തി കൊണ്ട് ഒരു നിലക്കും നമ്മൾ രക്ഷപ്പെടില്ല, 3 ആളുടെയും കബറായി മാറും ഈ ഗുഹ. ഒരൊറ്റ വഴിയുള്ളൂ, നിങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ ചെയ്ത നല്ല അമലുണ്ടെങ്കിൽ അത് മുൻനിർത്തി ദ്വാരിക്കുക. അപ്പൊ ഒരാൾ ദ്വാരുന്നു, പടച്ചോനെ, ഞാൻ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്, എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്ത് പാല് കുടിപ്പിച്ചതിന്റെ ശേഷം മാത്രമേ എന്റെ ഭാര്യക്കും എന്റെ പിഞ്ചോമന മക്കൾക്ക് പോലും ഞാൻ കൊടുക്കാറുള്ളൂ. ഉമ്മാക്കും ബാപ്പാക്കുമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ സ്ഥാനം കൊടുത്തത്. ആ മാതാപിതാക്കൾക്ക് പാല് കുടിപ്പിച്ചവരെ വിശപ്പ് മാറ്റി ദാഹം മാറ്റിയിട്ടല്ലാതെ എന്റെ പിഞ്ചുമക്കൾക്ക് പോലും ഞാൻ കൊടുക്കാറില്ല നബിയെ. അതുകൊണ്ട് അത്രയേറെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ എന്ന് 1-ാമത്തെ ആള് പറഞ്ഞു. ഇതൊരു സ്വാലിഹായ അമലായി നീ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരണം. മല ലേശം ആ കല്ല് മാറി വെളിച്ചം കിട്ടാൻ തുടങ്ങി, രക്ഷപ്പെടാനായിട്ടില്ല. മറ്റേയാള് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, എന്റെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഒരു തൊഴിലാളി ഒരു ദിവസം കൂലി വാങ്ങാതെ പോയി, അതൊരു തൊഴിലാളിയുടെ ഹക്കാണ്, ഒരു പാവപ്പെട്ട പണിക്കാരന്റെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് എന്റെ സമ്പത്തിലേക്ക് ചേർക്കാതെ അവന്റെ അവകാശമാകുന്ന ഗോതമ്പ് വേറെ തന്നെ വെച്ചു. മറ്റൊരാളുടെ അവകാശം വളരെ കാത്തു സൂക്ഷിക്കണം. അവനവനിക്ക് എന്തെല്ലാം ഖൈറുണ്ടാകുന്നുവോ ആ ഖൈർ മുഴുവനും മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. അപ്പോഴേ ഒരു മനുഷ്യൻ മുഅ്മിനാവും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല, നിങ്ങൾക്ക് എന്തെല്ലാം നന്മകൾ ഉണ്ടാവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. അതുകൊണ്ട് ആ തൊഴിലാളിയുടെ ഗോതമ്പ് ഞാൻ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തു, അത് കൊയ്തെടുത്തു, വലിയ ലാഭമുണ്ടായി. അതെന്റെ സമ്പത്തിൽ ചേർക്കാതെ വീണ്ടും കൃഷി ചെയ്തു. പിറ്റത്തെ കൊല്ലം അങ്ങനെ കൃഷി ചെയ്ത് ഈ തൊഴിലാളി വാങ്ങാതെ പോയ കുറച്ച് ഗോതമ്പ് സെപ്പറേറ്റ് ആയിട്ട് കൃഷി ചെയ്ത് അതൊരു കൃഷിയായി മാറി. അതിന് ആടുകളെയും ഒട്ടകത്തെയും വാങ്ങി.
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾ ദാരിദ്ര്യം പിടിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ല മുതലാളി, ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങൾക്ക് തൊഴിലെടുത്തിട്ട് കുറച്ച് ഗോതമ്പ് തരാണ്ടായിരുന്നു. ആ മോനെ, ഞാൻ മറന്നിട്ടില്ല. നമ്മളങ്ങനെ പറയാം. എന്ന് കാലം ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു? അങ്ങനെ നമ്മളെ ചോദ്യം. കൊടുക്കാൻ വില ചില ബഹീലന്മാരൊക്കെ നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്താൽ അപ്പ കൂലിയാണ് കൊടുക്കാൻ. ഓൻ്റെ പെട്ടിയിലുണ്ടാവും. ഞാൻ അങ്ങാടിയിൽ നിന്ന് വരാം, കടയിൽ നിന്ന് വരാം, പള്ളിയിൽ നിന്ന് കാണാം. അത്രയും സമയം നമ്മളെ പോക്കറ്റിൽ തന്നെ നിൽക്കട്ടെ അതിൻ്റെ ആഗ്രഹം, ആർത്തി. ആ സമയത്താണ് കൊടുത്താൽ തീർന്നില്ലേ, പള്ളിയിൽ നിന്ന് വരാം, അങ്ങാടിയിൽ നിന്ന് വരാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണം. ഓൻ്റെ പെരിയുണ്ടാവും പൈസ. അപ്പൊ ഈ രൂപത്തിൽ ഈ മനുഷ്യൻ അയാളുടെ സമ്പത്തുമായി ചേർക്കാതെ അത് വേറെ കൃഷി ചെയ്തു. അതിനൊട്ടകൊക്കായി. കുറെ കാലം കഴിഞ്ഞ് അയാൾ വന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ശരിയാണ്, നീ എന്ന് കുറച്ച് ഗോതമ്പ് നിന്റേതായിട്ട് ഇവിടെ ഉണ്ട്, ഞാനത് പാഴാക്കിയിട്ടില്ല. ആ കാണുന്ന മലമുകളിലുള്ള ഒട്ടകങ്ങളൊക്കെ നീ എടുത്തോ. ഇയാൾ പറയും, തമാശാക്കല്ല, എനിക്ക് അന്നത്തെ ആ ഗോതമ്പ് എന്നാ. തമാശല്ല മോനെ, കളിയാക്കാൻ പാടില്ല. തമാശല്ല ഇത്. നീ എന്ന് വാങ്ങാതെ പോയ ഗോതമ്പ് ഞാൻ വേറെ കൃഷി ചെയ്ത്, അത് വീണ്ടും കൃഷി ചെയ്ത്, വീണ്ടും കൃഷി ചെയ്ത്, അതിലെന്തോ ഒരു വലിയ വർക്കത്ത് ഉണ്ടാവുമ്പോൾ നമ്മളെ ഇമാം മാറും. അങ്ങോട്ട് എടുക്കുക, ഇത് നമുക്ക് മാറ കൊടുക്കാം. അതല്ല മസല മാറല്. സാമ്പത്തികമായി ഇങ്ങനെ ഉയർച്ച വരുമ്പോൾ നമ്മൾ വേറെ മസല ഉണ്ടാക്കും അവിടെ. ആ രൂപത്തിൽ ഇപ്പൊ പിരിവിന് പോവുകയാണ്. പിരിവിന് പോകുമ്പോൾ ഭയങ്കര പൈസ അങ്ങനെ കിട്ടുകയാണ്. അപ്പൊ തോന്നുന്നു ഞാൻ പിരിച്ചിട്ടല്ലോ അതൊക്കെ കിട്ടിയേ. അപ്പൊ ഇതിനൊക്കെ അവകാശം ആരെന്നെ, ഞാൻ തന്നെ. ഓന് സ്വയം തോന്നിയാൽ പിന്നെ 50 പൗതി പനും പൗതിയും, അല്ലെ 75 പനും 25 വെള്ളിക്കുമായി. ഈ കോലത്തിലൊക്കെ ഈമാം പേക്കും ചിലപ്പോൾ ഒരു കിട്ടുമ്പോഴേ അർഹൻ ഞാൻ തന്നെയാണ് എന്നൊരു തോന്നൽ വന്നാൽ എന്നതുപോലെ തോന്നിപ്പോവാതെ വേറെ തന്നെ കൃഷി ചെയ്തു. ആ ഒട്ടകവും ആടൊക്കെ ഇയാക്കാൻ കൊടുത്തു. ഭയങ്കര സന്തോഷമായി. പടച്ചവനെ, ഒരു തൊഴിലാളിയുടെ അവകാശം അന്യവന്റെ അവകാശം ഹനിക്കാതെ അതിനെ വളർത്തിയെടുത്ത് ഞാൻ ചെയ്തത് പടച്ചവനെ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. പ്രശസ്തിക്ക് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്യില്ല. ഇത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതൊരു സ്വാലിഹ അമലായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി തരണേ. പറ കുറച്ചും കൂടി നീ. അത് രണ്ടും വലിയ ഇബാദത്താ നിങ്ങൾ പറയും. വലിയ ഇബാദത്താ. മൂന്നാമത്തെ നോക്കി നിങ്ങൾ. മൂന്നാമത്തെ ഒരാൾക്ക് ഇതൊന്നും പറയാല്ല. പഠിച്ചോനെ, ഞാൻ അങ്ങനെ മാതാപിതാക്കളോടൊരു പ്രത്യേക കാര്യമൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു സ്വാലിഹ അമലും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്താന്തറിയാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്റെ കാമുകി, വളരെ ഇഷ്ടമായിരുന്നു അവൾ. അങ്ങേയറ്റത്തെ മഹബത്തായിരുന്നു. അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമം നടത്തി, കഴിഞ്ഞില്ല. അവസാനം അവൾക്ക് ദാരിദ്ര്യം വന്നപ്പോൾ അവൾ എന്നോട് സ്വർണം ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, സ്വർണ്ണമൊക്കെ തരാം, നീ ചോദിച്ചത്ര സ്വർണം തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ശരീരം എനിക്ക് തരണം. ഗത്യന്തരല്ലാതെ പട്ടിണി കൊണ്ട് കണ്ണു കാണാതെ വന്നപ്പോ ആ സഹോദരി പെൺകുട്ടി അതിന് സമ്മതിച്ചു. അങ്ങനെ സ്വർണ്ണ നാണയമായി അവളടുക്കൽ സമീപിച്ചു. അദ്ദേഹം പറയാണ്, ഒരു ഭർത്താവ് ഭാര്യയുടെ ശരീരത്തിൽ സമീപിക്കുന്നത് പോലെ അവളുടെ നഗ്ന ശരീരത്തോട് ഞാൻ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹനെ പേടിക്കണം കേട്ടോ. ഇത്തഖില്ലാ, അല്ലാഹുവിനെ ഭയപ്പെടണം. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഈ പളുങ്കുപാത്രം തകർക്കരുത് എന്ന് പറഞ്ഞപ്പോ, ഇത്തഖില്ലാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി, പേടിച്ചു. അല്ലാഹ് എന്ന് കേട്ടപ്പോ പറയലുണ്ടായി, ഞാൻ ആ സുന്ദരിയായ ഒരുപാട് കാലം ആഗ്രഹിച്ചു മോഹിച്ച പെണ്ണിന്റെ നഗ്ന ശരീരത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഈ സ്വർണം ഞാൻ അവൾക്ക് സമ്മാനമായി കൊടുത്തു. പടച്ചോനെ, ഇത് നീ പൊരുത്തപ്പെട്ട അമലായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം. പാറക്കല്ല് കംപ്ലീറ്റ്. എന്താ പറയുന്നത് അർത്ഥം? ഹറാമ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് പടച്ചോനെ പേടിച്ചത് ഒഴിവാക്കിയാൽ അത് വലിയ ഇബാദത്താണ്. അതുകൊണ്ടല്ലേ പാറക്കല്ല് നീങ്ങിയത്. അത് വലിയ ഇബാദത്താണ്. ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കണം. തകുൻ അബദന്നാസ്, എന്നാൽ ഏറ്റവും വലിയ ആബിദ് നീ തന്നെയാണ്. ഹറാമുകൾക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിനെ തൊട്ട് കണ്ണടച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ, അള്ളാഹനെ പേടിച്ചുകൊണ്ട് വൃത്തികേടുകളോട് വിട പറഞ്ഞാൽ നീ ഏറ്റവും വലിയ ആബിദാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയ ആബിദാണ് നീ. അതാണ് ഒന്നാമത്തെ ഉപദേശം. കനപ്പെട്ട ഉപദേശം. അത് ഓരോന്നും ഓരോ ദിവസം പറയാൻ മാത്രമുണ്ട്. രണ്ടാമതായി അബൂ ഹുറൈറക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വറല്ല ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, അല്ലാഹു നിനക്ക് നിശ്ചയിച്ച ഓഹരി കൊണ്ട് നീ തൃപ്തിപ്പെടുക, എന്നാ നീ അഗ്നന്നാസ്, ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും സംതൃപ്തനുമാണ്. സംതൃപ്തിയാ പ്രധാനം. കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവില്ല. മുമ്പ് ഒരു പള്ളി കമ്മിറ്റിക്കാര് പിരിവിന് പോയപ്പോ എവിടെ സ്ഥലം എന്നുള്ളതൊന്നും പ്രധാനമല്ല. മസല പറയാം, ചരിത്രം ഉദാഹരണം പറയാം. അതിന് എവിടെയെന്ന് ആലോചിച്ചാണ് തല ഉണ്ടാക്കാൻ.
ഒരു പള്ളിക്കമ്മിറ്റിക്കാർ പിരിവിന് പോകുന്നു. ഉസ്താദുമാരെയും കൂട്ടി നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ വീട്ടിൽ നിന്നും 100 ഉറുപ്പിക പോലും കൊടുക്കാൻ കഴിയാത്തവൻ 1000 ഉറുപ്പിക കൊടുക്കുന്നു. എന്താ കാരണം? പള്ളിക്കും വേണ്ടിയാണ്. ആരാ വരുന്നത്? പള്ളിയിലെ ഖതീബ്, പള്ളിക്കമ്മിറ്റിക്കാർ, നാട്ടിലെ പ്രമാണിമാര്. അതുകൊണ്ട് 100 ഉറുപ്പിക കൊടുക്കാൻ പറ്റിയവനൊക്കെ എന്താക്കി? 1000 കൊടുത്തു. 1000 കൊടുക്കാൻ കഴിവില്ലാത്തവൻ 5000 കൊടുത്തു. ഈ രൂപത്തിൽ സഹകരിച്ചപ്പോൾ കേൾക്കുന്നു, നാട്ടിലൊരു കോടീശ്വരനുണ്ട്. ഗൾഫിൽ നിന്ന് വന്നപ്പോ കഴിഞ്ഞ വരവിന് 1.5 കോടി ഉറുപ്പിന്റെ തോട്ടം വാങ്ങിയിട്ടുണ്ട്. 1.5 കോടി ഉറുപ്പിന്റെ സ്വത്ത് വാങ്ങി. ഇപ്പത്തെ പ്രാവശ്യം വന്നപ്പോ 1 കോടി ഉറുപ്പിയുടെ സ്വത്ത് വീണ്ടും വാങ്ങിയിട്ടുണ്ട്. 2.5 കോടിന്റെ സ്വത്തായി. അതുകൊണ്ട് ഓൻ്റെ അടുത്ത് പോയാൽ മുടക്കം വരൂല എന്ന് കരുതിയിട്ട് ചെന്നിട്ട് ചോദിച്ചല്ല, ഞങ്ങളിങ്ങനെ പള്ളിപ്പിരിവിന് വന്ന ഒരു കാര്യം, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. ഞാനൊരു 2.5 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി പരക്കം പാലുണ്ടെങ്കിൽ 4 ദിവസമായി. എന്തേത്? ഞാനൊരു 1 കോടി ഉറുപ്പ്യൻ്റെ സ്വത്ത് വാങ്ങിയിട്ടുണ്ട്. അതിന് 2.5 ഉറുപ്പ്യ കുറവുണ്ട്. ആ പാച്ചില്ല ഞാൻ. എനിക്കാണെങ്കിൽ തിരിച്ച് ഗൾഫ് പോകാനുമായി. അങ്ങനെയുണ്ട്. ഇവന്റെ മനസ്സിനേക്കാൾ ദാരിദ്ര്യം പിടിച്ച എരപ്പം മനസ്സ് ആർക്കല്ലാതെ? കോടീശ്വരനായ ദരിദ്രവാസി എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന്റെ അവസ്ഥ അത്. ഇതേപോലെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അപ്പൊ കുറെ പൈസ ഉണ്ട് എന്ന് കരുതി മനസ്സിന് ഐശ്വര്യം ഉണ്ടാവില്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട് അള്ളാഹ് തരുന്നത് കൊണ്ടാണ് ഇഷ്ടപ്പെടുക. എനിക്ക് പടച്ചോ ഇങ്ങനെ കണക്കാക്കി, അൽഹംദുലില്ലാഹ്, ഞാൻ അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും. അള്ളാഹുവിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കും. അള്ളാഹുവിന്റെ ഖലാ ഞാൻ അംഗീകരിക്കും. അള്ളാഹു നിനക്ക് കണക്കാക്കി തന്നത് ഒരിക്കലും പിഴക്കൂല. അള്ളാഹ് നിനക്ക് നിശ്ചയിച്ചത് 1 ഉറുപ്പിക പോലും കിട്ടാതെ പോകില്ല. അള്ളാഹ് ഖലാ ആക്കത് തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടൂല. ഈ ഉറപ്പ് നമുക്കില്ലേ? ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ ഓരോ തീരുമാനമാണ്. എനിക്കല്ല നിശ്ചയിച്ച ഖലാ ഒന്ന് വേറെ, നിങ്ങൾക്കല്ല നിശ്ചയിച്ച ഖലാ ഒന്ന് വേറെ. ഓരോരുത്തർക്കും കിട്ടിയ ഖലാവ് കൊണ്ട് നമ്മളാണ് തൃപ്തിപ്പെടാം. അത് ശരിക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു നാള് പരലോകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ബേജാറാകുന്നു? മാലിക് യൗമിദ്ദീൻ, പ്രതികാര ദിവസത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബ്. ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ മറ്റൊരു ലോകം, പരലോകത്ത് നമുക്ക് വിശ്വാസമുണ്ട്. പരലോകത്ത് വിശ്വാസം ഇല്ലാത്തവന് ബേജാറാ. പടച്ചോനെ ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ. ഇവിടെ ഒരാൾക്ക് 2 കണ്ണില്ല, അന്ധനാണ്, തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആളാണ്, പാവം എന്ന് പറയണ്ട. ഇയാൾക്ക് നാളെ സന്തോഷിക്കാൻ മാത്രം കൊടുത്തുകൊണ്ട് അയാൾക്ക് പ്രതിഫലം കൊടുക്കാനുള്ള ഒരു ലോകം വരാനുണ്ട്, പരലോകം. ആ പരലോകത്തെ പറ്റി ആലോചിച്ചാൽ കണ്ണില്ലാത്തവൻ ദുഃഖിക്കണ്ട. ഇവിടെ വന്ന കുറവ് നികത്താൻ ഒരു ലോകമുണ്ട്. അള്ളാഹു നീതിമാനാണ്, അള്ളാഹ് നികത്തിയിരിക്കും. പിന്നെന്താ പേടി? ചില ആളുകൾക്ക് നടക്കാൻ കഴിയാത്തവരുണ്ട്. ഒരു സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ഏഞ്ഞു വലിഞ്ഞ് പ്രയാസപ്പെട്ട് നടക്കുന്നു. നിങ്ങൾ അവന്റെ കാര്യത്തിൽ സങ്കടപ്പെടണം. നിങ്ങൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ മതി. ആ കഷ്ടപ്പെടുന്ന മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ മാത്രം കൊടുക്കാൻ അള്ളാഹിന്റെ അടുത്തുണ്ട്. അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയും, അള്ളാഹ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും. നീതിയുടെ ഒരു ലോകം നാളെ പരലോകത്ത് വരാനിരിക്കുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രശ്നവും പിന്നുണ്ടാവും. ടെൻഷൻ എന്ന് പറഞ്ഞ സംഗതിയെ പിന്നുണ്ടാവില്ല. ടെൻഷൻ എന്ന് പറഞ്ഞ സംഗതിയെ ഉണ്ടാവില്ല. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ടെൻഷനാണ്. എൻ്റെ മോള് ചെറുപ്പത്തിൽ പറഞ്ഞു, മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനാണ്. മദ്രസയിൽ നിന്ന് വന്നാൽ പെരയും തിരക്കാം, സ്കൂളിൽ പോകണം, വേഗം കുളിക്ക്, വേഗം മുടി ചെയ്യുക, വേഗം പുസ്തകം എടുക്ക്, ഡ്രസ്സ് മാറ്. അപ്പൊ കുട്ടി പറയാ, മദ്രസയിൽ നിന്ന് വന്ന ടെൻഷൻ തന്നെ മാറിയില്ല, അതിന്റെ മുമ്പ് സ്കൂളിൽ ടെൻഷൻ മാറിയിട്ടില്ല. സത്യം തന്നെയാണ് കുട്ടി പറഞ്ഞു വരുന്ന നിലയ്ക്ക് ന്യായം തന്നെയാണല്ലോ. നമ്മൾ തിരക്കാക്കുമ്പോ തിരക്ക് കാണുമ്പോൾ കുട്ടികൾക്കും ബേജാറാവുകയല്ലേ. ഈ ഖലായിലാണ് വിശ്വസിച്ചാൽ ഒരു ടെൻഷനും പിന്നല്ല. വലിയ ഉപദേശാതുട്ടോ. അള്ളാഹ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടോ, നീ ഏറ്റവും വലിയ മാനസിക ഐശ്വര്യമുള്ളവരാ. മനസ്സിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം, എല്ലാ കോടികളുണ്ടായിട്ട് കാര്യം. എൻ്റെ ഒരു അനുഭവം ഉണ്ട്. അത് പറഞ്ഞാൽ സത്താറിന് തിരി, എന്നാലും ഞാൻ പറയാം. ഒരു ഹജ്ജ് യാത്രയിൽ അത് പറയണ്ട തോന്നുന്നു. ഒരു ഹജ്ജ് യാത്രയിൽ മദീനത്തേക്ക് പോകണം. റൗള ഷരീഫ് അല്ല, മദീനത്തേക്കല്ല, ബദറിലേക്ക്. അന്ന് ബദറിലേക്ക് പോകണം. ബദറിലേക്ക് പോവാനുള്ള ഘട്ടം വന്നപ്പോ 35 റിയാലാണ് പൈസ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും 35 ബദറൊന്ന് കാണണം, ബദരീങ്ങൾ കിടക്കുന്ന സ്ഥലം കാണണം, എല്ലാവരും പൈസ. കുറച്ച് ആളുകൾ കാശ്. ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ പോരുന്നില്ല. എന്തേ പോരാത്ത? 35 റിയാലൊന്നും താങ്ങൂല. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ ഒരു മാസത്തിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകാൻ കക്ഷിക്ക്. ഒരു മാസത്തിൽ 1 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനം കിട്ടുന്ന കെട്ടിടങ്ങൾ. അപ്പൊ അവർക്ക് പ്രയാസം. 35 റിയാലാണ്. അപ്പൊ അവർക്ക് വേദന. ഒന്നുമില്ലാത്തവന് പ്രശ്നമല്ല,
എന്ന് പറഞ്ഞതുപോലെ സമ്പത്ത് കുറെ ഉള്ളത് കൊണ്ട് സമാധാനമുണ്ടാവില്ല, മനസ്സിന് ഐശ്വര്യമുണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, നീ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകുന്നു. രണ്ട്. മൂന്നാമത്തേത് പറയുകയാണ് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, വഅഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യണം, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യണം. എന്നാൽ തകുൻ മുഅ്മിനാ, നീ മുഅ്മിനാ. മൂമിന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂമിനാവണമെങ്കിൽ അയൽവാസികൾക്ക് ഗുണം ചെയ്യണം. ഗുണം ചെയ്യേണ്ട കോലം ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ അയൽവാസികളോട് പെരുമാറേണ്ടത്. ആ രൂപത്തിൽ അയൽവാസികളോട് പെരുമാറിയാൽ തകുൻ മൂമിനാ, നീ മൂമിനാകും. അപ്പോഴേ മൂമിനെന്ന് അവകാശപ്പെടാൻ പറ്റും. അയൽവാസികൾക്ക് നിന്നെപ്പറ്റി നല്ല അഭിപ്രായം വേണം. നീ അയൽവാസികളെ വെറുപ്പിക്കാത്തവനാവണം. അയൽവാസികൾക്ക് ഗുണം ചെയ്തു കൊടുത്താൽ തകുൻ മൂമിനാ, നീ മൂമിനാകും. നാലാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിനക്ക് എന്തെല്ലാം ഉണ്ടാവൽ നീ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ മറ്റ് സഹോദരങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കണം. എന്നാൽ നീ മുസ്ലിമാണ്. അപ്പോഴേ മുസ്ലിമാവും. നിനക്ക് എന്തെല്ലാം വേണം, നിന്റെ മകളെ നല്ല നിലക്ക് കെട്ടിച്ചയക്കണം, നിനക്ക് താമസിക്കാൻ നല്ലൊരു വീട് വേണം എന്നൊക്കെ നീ ആഗ്രഹിക്കുന്നു. അതേ ആഗ്രഹം നീ മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ നിന്നെപ്പറ്റി മുസ്ലിം എന്ന് പറയാം. തകുൻ മുസ്ലിമാ. അഞ്ചാമതായി ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വലാ തുക്സിരിൽ ലഹ്ക, നീ ചിരി വർദ്ധിപ്പിക്കരുത്. എപ്പോ നോക്കിയാലും ചിരി തന്നെ, ചിരിക്കാനായിട്ട് കാസറ്റ്, പൊട്ടിച്ചിരിക്കാൻ ചിരിക്കലെന്നെ പടി. ജീവിതത്തിൽ എന്താർത്ഥം? ഒരേ ചിരിയാണ്. ചിരി അത്ര നല്ല കാര്യമല്ല. പൊട്ടിച്ചിരിക്കൽ, ചിരി വർദ്ധിപ്പിക്കരുത്. ചിരി വർദ്ധിപ്പിച്ചാൽ തുമീതുൽ ഖൽബ, അത് കൽബിനെ മരിപ്പിച്ചു കളയും. ചിരി വർദ്ധിച്ചാൽ കൽബ് ചത്തുപോകും. കൽബ് ചത്തുപോയാലോ നീ അള്ളാഹുവിനെ തൊട്ട് അകന്നു പോകും. മാനസികമായ കൽബിന് മരണം സംഭവിക്കും. ശരീരത്തിന്റെ മരണത്തെക്കാൾ പ്രധാനമാണ് കൽബിന്റെ മരണം. അത് യഥാർത്ഥ മരണത്തിന്റെ മുമ്പ് സംഭവിക്കാം, തെറ്റുകളെ കൊണ്ട് സംഭവിക്കാം, പരലോകം മറന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കാം. അതുകൊണ്ട് ചിരി വർദ്ധിപ്പിക്കരുതേ, അത് നിന്റെ കൽബിന് മൗത്തുണ്ടാക്കും, മനസ്സ് മരിച്ചു പോകും. ഈ 5 ഉപദേശം അബൂ ഹുറൈറക്ക് നൽകിയിട്ട് ആരംഭ റസൂൽ പറയാണ് നീ അതുകൊണ്ട് അമൽ ചെയ്യണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അങ്ങനെ വരികയാണ്. അദ്ദേഹത്തിനോട് എല്ലാവർക്കും വലിയ ആദരവ്, മഹാപണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം വരുന്നത് കാണാതെ കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ തമാശ പറഞ്ഞ് അതിലൊരാൾ അങ്ങ് ചിരിച്ചു, ഭയങ്കര ചിരിച്ച് മൂപ്പർക്ക് ശ്വാസം ഇല്ലാതായി. ഹസൻ ബസ്രി അടുത്തെത്തിയ മൂപ്പര് കണ്ടില്ല, ഇയാളെ ചിരി ഇങ്ങനെ കണ്ട് കറങ്ങി ചിരിക്കുകയാണ്. ആ ചിരി ഇങ്ങനെ കണ്ടപ്പോ ഹസൻ ബസ്രിക്ക് അങ്ങനത്തെ ഒരു ചിരി അറിയില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ നോക്കി, എന്നിട്ട് പതുക്കെ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വന്നു. ആ അടുത്തെത്തിയപ്പോഴാ മൂപ്പര് ഹസൻ ബസ്രിയെ കാണുന്നത്. തോളിൽ കൈവച്ചിട്ട് ചോദിച്ചു, മോനെ നീ സിറാത്തുൽ മുസ്തഖീം വിട്ടു കടന്നോണോ ചോദിച്ചു. ഇല്ലല്ലോ. പിന്നെ എന്ത് ചിരിയായി ചിരി? പിന്നെ എന്ത് ചിരിയാ? സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കാത്ത ഒരുത്തൻ ഇങ്ങനെ ഹലാക്കിന്റെ ചിരിക്കുന്നില്ല. എന്താ അർത്ഥമുള്ളത്? നീ നരകത്തിലോ സ്വർഗത്തിലോ എന്ന് എനിക്കറിയില്ല, സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കോ അല്ലേ എന്നറിയില്ല. അതറിയാത്ത നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നില്ല, എന്തർത്ഥം? മാ ലഹിക. പിന്നെ ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. വല്ലാത്തൊരു ചോദ്യമാണല്ലോ. സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കൊന്നും ഉറപ്പില്ല, നരകത്തൊന്ന് സലാമത്താവുന്ന ഉറപ്പില്ലാത്ത നമ്മൾ ഈ പൊട്ടിച്ചിരിക്കുന്നില്ല, എന്താർത്ഥം? അതുകൊണ്ട് ചിരി വർദ്ധിപ്പിക്കരുത്. ഇതിൽ പറഞ്ഞ എന്താ? വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, അയൽവാസിക്ക് ഗുണം ചെയ്തെങ്കിൽ മാത്രമേ നീ മുഅ്മിനാവുകയുള്ളൂ. അയൽവാസികളോട് പെരുമാറേണ്ട രൂപം, കടപ്പാടുകൾ ഒരുപാടുണ്ട്. വസിയത്ത് ചെയ്ത് അനന്തരം കൊടുക്കണം എന്നിവരെ പറയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞ മഹാനായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 2-3 ഹദീസിൽ നിന്ന് എടുത്തിട്ടുള്ള 12 കാര്യങ്ങൾ ഞാൻ പറയാം. അത് 3 ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. അള്ളാഹുവിന്റെ റസൂല് അയൽവാസിയോട് കാണിക്കേണ്ട മര്യാദകൾ, അയൽവാസിക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ പ്രവാചകൻ വിശദീകരിക്കുന്നു. അതിലൊന്നാമത്തേത് ഒക്കെ ജിബ്രീൽ പറഞ്ഞു കൊടുത്തതാണ്. നീണ്ട വസിയത്ത് ജിബ്രീൽ ചെയ്തിട്ടുണ്ട്. അയൽവാസിയോടുള്ള കടപ്പാട് അതൊക്കെ ചെയ്തെങ്കിലേ നീ യഥാർത്ഥ മോമിനാവുള്ളൂ. അതെന്താണ്? ഒന്നാമത്തേത് അവൻ നിന്നോട് കടം ചോദിച്ചാൽ നീ കടം കൊടുത്തിരിക്കണം. മനുഷ്യന്മാരാരും കുടുങ്ങും.
എത്ര വലിയ പൈസക്കാരനും കുടുങ്ങും. ഞാൻ പറഞ്ഞല്ലോ, 1.5 കോടി ഉറുപ്പ്യന്റെ സമ്പത്ത് വാങ്ങിയാൽ 2.5 ലക്ഷത്തിന് കുടുങ്ങി അടുക്കാണ്. ആർക്കും വരാം. അതുകൊണ്ട് കടം ചോദിച്ചാൽ, അയൽവാസി കടം ചോദിച്ചാൽ കടം കൊടുക്കണം. നിന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. ഒരു മനുഷ്യൻ കടം ചോദിച്ചാൽ കൊടുക്കണം. കണ്ടോ, ഈ കടം ചോദിച്ചാൽ കൊടുക്കാൻ ആളില്ലാതെ വന്നതാണ് നല്ലൊരു ശതമാനം പലിശയിലേക്ക് ജനങ്ങൾ പോയത്. എൻ്റെ സഹോദരനാണ്. നമുക്ക് കുടുങ്ങിയാൽ നമ്മളെ കഥ എന്താ? നമ്മൾ 100 റുപ്യക്ക് കുടുങ്ങിയിട്ട് അത് ചോദിക്കുമ്പോൾ ഉള്ള ഒരാൾ തന്നില്ലെങ്കിലുള്ള പ്രയാസത്രേ, അതേ പ്രയാസം ആക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിന്റെ അയൽവാസി കടം ചോദിച്ചാൽ നീ അവന് കടം കൊടുത്തിരിക്കണം. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു, അത് കടമയാ, ചെയ്തിരിക്കണം. ഇല്ലാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്, കൊടുക്കണം. കിട്ടിയാൽ അൽഹംദുലില്ലാ. ഇനി അഥവാ കിട്ടിയില്ല എന്ന് വെക്കുക, ചില ആൾ ചിലപ്പോൾ തരൂല. കടം വാങ്ങിയ ഉഷാറൊന്നും ചില ആളുകൾക്ക് തരാണ്ടാവില്ല. 1-2 പ്രാവശ്യമൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ തരട്ടോ പറയും. പിന്നെ ചോദിക്കുമ്പോൾ എന്താ അത്ര തിരക്ക്, ഞാൻ നാട്ടിൽ തന്നെ അല്ലേ? പിന്നെ പറയും കിട്ടും പോലെ വാങ്ങിക്കോന്നും പറയും. മനുഷ്യന്റെ സ്വഭാവമാണ്. കടം വാങ്ങുമ്പോ എന്താ ഓന്റെ ലോകിയെന്ന കയ്യിലാണ്ട് പൈസ വെട്ട പിന്നെ തിരിച്ചു കിട്ടാനുള്ള പണി. ഒരിക്കൽ കൊടുക്കാനെന്നാലും അഥവാ കിട്ടിയില്ലെങ്കിൽ അള്ളാഹ് നീതിമാനാ, പരലോകത്ത് തരും. അതിനല്ല വേറെ തരും. നമ്മളിപ്പോ 10,000-10,000 ഒരാൾക്ക് കൊടുത്തു കുടുങ്ങിയാ ബേജാറാവൊന്നും വേണ്ട. അത് വേറെ വഴിക്ക് അള്ളാഹ് എത്തിച്ചേരും. നമുക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ, കുടുങ്ങൂല, അള്ളാഹ് നമ്മളെ കൊടുക്കൂല. ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ ഒരാൾ കടം ചോദിച്ചു, അതും അയൽവാസി കടം ചോദിച്ചിട്ട് കൊടുത്തതിന്റെ പേരിൽ നമ്മൾ അള്ളാഹ് കൊടുക്കൂല എന്ന് വിശ്വസിച്ചു. അള്ളാഹ് വേറെ വഴിക്ക് തരും. അപ്പൊ കടം ചോദിച്ചാൽ കൊടുക്കണോ? രണ്ടാമത്തത് അവനൊരു ഭക്ഷണം ഉണ്ടാക്കി നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. അത് തരക്കടില്ല, അത് നല്ല ഉപദേശം. ക്ഷണിച്ചാൽ സ്വീകരിക്കണം. ചില ആളുകൾ ക്ഷണം സ്വീകരിക്കൂല, എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും. ക്ഷണം അതൊരാദരവാണ്. ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം. അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. മൂന്നാമത്തേത് പറയുന്നത് ആ മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ നീ ആളെ സന്ദർശിക്കണം. രോഗം വന്നാൽ സന്ദർശനം, അയൽവാസികളെ ഇഷ്ടജനങ്ങളുടെ സന്ദർശനം മനസ്സിന് വല്ലാത്തൊരു ഔഷധമാണ്. ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന ഗുളികകളെക്കാൾ, ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന മരുന്നിനേക്കാൾ രോഗിക്ക് ഏറ്റവും വലിയ സമാധാനം നൽകുന്നത് സന്ദർശനമാണ്. രോഗമായാൽ സന്ദർശിക്കണം. മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആര് രോഗിയായാലും സന്ദർശിക്കണം. അത് സുന്നത്താണ്. നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടും. കാരണം എന്താ? രോഗികൾ ഒറ്റപ്പെടുമ്പോഴാണ് രോഗം കഠിനമാവും. മനോധൈര്യമുള്ളവരുടെ രോഗം കുറയും. അല്ലെ? വൈദ്യശാസ്ത്രം തന്നെ പറയണത്, നല്ല ധൈര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏത് രോഗവും തരണം ചെയ്യാൻ കഴിയും. പേടിച്ചാലോ പോയി. ആളുകൾ ഇങ്ങനെ സന്ദർശിക്കാൻ ചെന്ന നല്ല, അത് സാരല്ല, മറ്റേ ആക്കുണ്ടായിരുന്നു അത് സുഖമായി, ഇന്ന ആക്കുണ്ടായിരുന്നു അത് സുഖമായി, ഇതൊന്നും ഒരു രോഗമല്ല, അതൊക്കെ പെട്ടെന്ന് മാറും, ഞങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദ്വാരന്നാൽ ആളുകൾ സ്നേഹിക്കാനും തലോടാനും വന്നാൽ രോഗിക്ക് മരുന്നുകളെക്കാൾ ഏറ്റവും വലിയ ഔഷധം അതാണ്. അതുകൊണ്ട് അയൽവാസി രോഗിയായാൽ കാണാൻ പോവണം. റസൂലുള്ളാഹിന്റെ അയൽവാസി ഉണ്ടായിരുന്ന ഒരു ജൂതപ്പയ്യനാണ്. നബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത കുട്ടിയായിരുന്നു. ആ ജൂതനായ കുട്ടിക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ അള്ളാഹിന്റെ റസൂല് കാണാൻ വേണ്ടി ചെന്നു. അള്ളാഹുവിന്റെ റസൂല് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആ കുഞ്ഞിനെ തലോടി. കുട്ടിയതാ റസൂലുള്ളാഹിന്റെ കണ്ണിലേക്ക് നോക്കി. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, കുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മോനെ ഷഹാദത്തിയല്ലോ എന്ന് പറഞ്ഞു. പ്രവാചകന്റെ മതത്തിലേക്ക് ചേരാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടു. ആ സമയത്ത് കുട്ടിയതാ മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കുന്നു. അവർ ജൂതന്മാരാണ്. ജൂതനായ മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജൂതനായ പിതാവ് പറഞ്ഞു, അത്തി അബുൽ ഖാസിം. അബുൽ ഖാസിം പറഞ്ഞത് കേൾക്കൂ മോനെ. അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിനെ ഓമനിച്ച് വിളിക്കുന്ന വിളിയാണ്. അബുൽ ഖാസിം പറഞ്ഞത് കേൾക്കൂ മോനെ. ഉടനെ കുട്ടി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ കുട്ടി ഷഹാദത്ത് ചൊല്ലിയപ്പോൾ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ, ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നോക്കി നിങ്ങൾ, അയൽവാസി ജൂതനായിട്ട് പോലും നബിയും ആ ജൂത കുടുംബവും തമ്മിലുള്ള ബന്ധം എത്രയാണ്. രോഗിയായപ്പോൾ നബി തങ്ങൾ കടന്നു ചെല്ലുന്നു. ആ കുട്ടിയോട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാൻ ആവശ്യപ്പെടുന്നു. മാതാപിതാക്കൾ നബിനോടുള്ള ബഹുമാനം കൊണ്ട്, അയൽവാസിയോടുള്ള ആദരവ് കൊണ്ട് പറയുന്നു. അവർ ജൂതന്മാരായിട്ട് പോലും അവർ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് കേൾക്കൂ, അബുൽ ഖാസിം പറയുന്നത് കേൾക്കൂ എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ആദരവാണ് അയൽവാസിയായ നബി തങ്ങൾക്ക് ജൂതന്മാർ കൊടുത്തത്. അതാ ദീൻ.
അതാണ് ഇതിന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, വൈൻ മരിളഅ്തഹു, രോഗിയായാൽ നീ കാണാൻ പോവണം. ആശ്വാസത്തിനും സമാധാനത്തിനും ഏറ്റവും വലിയ ഔഷധമാണത്. അല്ല രോഗം കൂട്ടാൻ വേണ്ടി പോകരുത് കേട്ടോ. ചില ആളുകൾ രോഗം കാണാൻ പോയാൽ എന്താ അസുഖം? പ്രഷർ ഓവറാ. കഴിഞ്ഞ ആഴ്ച പോക്കർക്ക മരിച്ചത് അങ്ങനെയല്ലേ? പ്രഷർ കൂടി ഞരമ്പ് പൊട്ടി ഒരു ഭാഗം കുഴഞ്ഞു മരിച്ചില്ലേ? സോരെ, ഈ ജാതി പഹയന്മാര് രോഗം കാണാൻ പോകണ്ട. ഉള്ള രോഗം കൂട്ടാൻ അല്ലേ പറയാ ഷുഗറാണ്. ഷുഗറോ? എത്ര ആളാ ഷുഗർ കൊണ്ട് മരിച്ചതെന്നാ? കാല് മുറിയായി, വിരല് മുറിച്ച്, കാല് മുറിച്ച്. ഇത് പറയാണ്. അങ്ങനെ ഉള്ള ഇടങ്ങാറാക്കാൻ പോയത് സമാധാനത്തിനാണ്, സമാശ്വാസത്തിന്, സമാശ്വസിപ്പിക്കാൻ. രോഗിയായാൽ കാണാൻ പോകണം. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് നബി തങ്ങൾ പറയുന്നു, നിന്നോട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ നീ അയാളെ സഹായിക്കണം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ലോകത്ത് ജീവിക്കാനാവില്ല. ഉറപ്പല്ലേ? പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അയൽവാസി ഒരു ഘട്ടത്തിൽ നിന്നോട് സഹായം അഭ്യർത്ഥിച്ചാൽ ആ അയൽവാസിയെ നീ സഹായിച്ചിരിക്കണം. അഞ്ചാമത്തത് പറയുന്നത്, അയാൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നീ അയാളെ സമാശ്വസിപ്പിക്കണം. ആപത്ത് വന്നു, കച്ചവടം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഗൾഫിലേക്ക് മഴ പോയി, തിരിച്ചു വന്നു, യാത്ര വച്ചപിടിച്ചില്ല, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ മരിച്ചുപോയി. അങ്ങനത്തെ ഘട്ടത്തിൽ അയാളെ കൂടെ തന്നെ നടന്നുകൊണ്ട് നിനക്ക് വിഷമം വന്നതുപോലെ തന്നെ നിന്റെ അയൽവാസിയെ കണ്ടുകൊണ്ട് നീ അയാളെ സമാശ്വസിപ്പിക്കണം. അയൽവാസി കൂടെ തന്നെ വേണം. അയൽവാസിക്ക് പോലും നേരല്ല മരിച്ചോടത്ത് പോകാനും മയ്യത്തിൻ്റെ ഒപ്പം പോകാനും. പിന്നെ ആരാ അതിൻ്റെ കൂടെ പോകേണ്ടത്? അയൽവാസികൾക്ക് പോലും സമയമില്ലാത്ത കാലമാണ്, തിരക്കുള്ള കാലമാണ്. അതുകൊണ്ട് അയാൾക്ക് മുസീബത്ത് വന്നാൽ സമാശ്വസിപ്പിക്കണമെങ്കിൽ അയൽവാസികൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കണം. കടമയാണത്, കടപ്പാടാണ്. ആറാമത്തത് പറയുന്നത്, മനുഷ്യനിക്ക് ആ അയൽവാസിക്ക് വല്ല ഖൈർ വന്നാൽ, അയാൾക്ക് എന്തെങ്കിലും ഗുണം വന്നു കഴിഞ്ഞാൽ അയാൾ അഭിനന്ദിക്കണം. അസൂയൊക്കെ എല്ലാം ഉണ്ട്. ഓൻ അങ്ങനെ കിട്ടിയോ? ഓൻ എന്തെങ്കിലും ഖൈർ വന്നു, മക്കളൊക്കെ ഗൾഫ് പോയി, അതല്ലെങ്കിൽ ഒരു വലിയ ഒരു ഭൂമി ഒരു ലാഭത്തിന് 10 ലക്ഷത്തിന് വാങ്ങിയ ഭൂമി 1 കോടിക്ക് വിറ്റു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അയൽവാസി നന്നായാലും നമുക്ക് മെച്ചം തന്നെ. അല്ലാഹുവിനെ കലാക്കിയ കലാൻ അഭിനന്ദിക്കണം. അവനെ എന്ത് ഖൈർ വന്നാലും അഭിനന്ദിക്കാൻ മറക്കരുത്. വാക്കുകളെ കൊണ്ടുള്ള അഭിനന്ദനം മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. നേരെ മറിച്ച് നമ്മളോട് മിണ്ടാതെ അഭിനന്ദിക്കാതെ അങ്ങനെ നടന്നപ്പോൾ എന്തോ അസൂയ ഉണ്ട് എന്നോട്. എന്റെ ഭൂമി കച്ചവടം നല്ല നിലക്ക് നടന്നതിൽ എന്റെ മക്കൾ ഗൾഫ് പോയ വിഷയത്തിൽ വെറുതെ തോന്നും. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വല്ലാതെ ലോകിയൊന്നുമില്ല, മിണ്ടണമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് മാക്ക് അസുഖം വന്ന് മുട്ടുവേദന തുടങ്ങി. അപ്പം അവന് തോന്നും, മുട്ടുവേദന ഇതുവരെ എല്ലാത്തൊരു വേദന എന്തപ്പുണ്ടായത്. വല്ല ചികിത്സക്കാരെടുത്തും പോകുമ്പോൾ പറയും, ഇത് വെറുതെ വന്ന വേദന ഒന്നുമല്ല, അതൊക്കെ വരുത്തിയിട്ട് വന്നതാ. ആരാ വരുത്തിയ? അതങ്ങനെ പറയാൻ പാടില്ല, കുഴപ്പമാവും. എന്നാലൊരു സൂചന, ഒരു കുളു. അപ്പൊ പറയാ അത് പുറമക്കാരൊന്നല്ല, അയൽവാസികൾ തന്നെയാണ്. അപ്പൊ മനസ്സിലാ, വെറുതെ അല്ല. 4 ദിവസമായിട്ട് എന്നെ കാണുമ്പോൾ വലിയ ഉണ്ടാട്ടൊന്നുമില്ല. അവൻ ശരിയാക്കി ഇനി ഓനോട് ഉണ്ടാകാൻ പറ്റൂല. തിരിച്ച് ഇവരുണ്ടാക്കേണ്ട ഒരു വല്ലാത്തൊരു മുസീബത്താണ്. ഈ മറഞ്ഞ കാര്യം പറയാൻ കുത്തിരിക്കുന്ന ആളുകളെ പുറമക്കാരല്ല, കുടുംബക്കാർ തന്നെയാണ്. പുറത്തുള്ളവരല്ല, അയൽവാസികൾ തന്നെ. ആ ഉറപ്പ് തന്നെയല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ മലപ്പുറത്തുനിന്ന് ഒരാൾ ശരിയാക്കൂലല്ലോ, ഇവിടെ ഉള്ളവരല്ലേ ചെയ്യുള്ളൂ. അതായത് ഹിക്മത്ത്. അത് ഉറപ്പല്ലേ? നമ്മളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയൽവാസികളോ ബന്ധുക്കളായിട്ട് പ്രശ്നം ഉണ്ടാവുള്ളൂ. പുറത്തുള്ള ഒരാൾക്ക് എന്താ പ്രശ്നം? അത് കാസർഗോട്ടുള്ള ഒരാളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. അയാൾക്ക് എന്താ അവിടെ കാര്യം? അതിനാണ് പുറമക്കാരല്ല, കുടുംബക്കാരാണ്. പുറത്തുള്ളവരല്ല, അയൽവാസികളാണ്. ഈ ജാതി ഇത് മതി പണക്കത്തിന്. അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോ. ഇത്തരം ആളുകൾ ഈ തമ്മാടിത്തെ പറയും. അതുകൊണ്ട് അത്തരം ആളുകളെ സമീപിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതും കുടുംബ ബന്ധം തകർത്ത് ശൈത്താൻ നമ്മളെ അകൽച്ചയിലേക്ക് നയിക്കാനാണ്. ശൈത്താന്റെ പ്രേരണയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രണ്ണം പറഞ്ഞു? 6 പറഞ്ഞു. ഖൈർ വന്നു കഴിഞ്ഞാൽ നീ അവൻ അഭിനന്ദിക്കണം. 7ാമത്തത് പറയുന്നത്, വൈൻ മാത ഷഹിദഹു, മരണം സംഭവിച്ചാൽ നീ അവിടെ സന്നിഹിതനാവണം. നിന്റെ വീട്ടിൽ മരണം സംഭവിച്ചതുപോലെ തന്നെ നീ ആ മരിച്ചാൽ അവിടെ തന്നെ വേണം. അവിടെ എല്ലാ കാര്യങ്ങൾക്കും നീ ഉണ്ടായിരിക്കണം. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നീ മുമ്പന്തിയിൽ ഉണ്ടാവണം. അത് അയൽവാസിയോടുള്ള കടപ്പാടാണ്. അത് പുറമെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഭംഗിയായി നിനക്കാണ് ചെയ്യാൻ പറ്റുക. മയ്യത്ത് കുളിപ്പിക്കാനുള്ള കട്ടിലെവിടെയുള്ളത്? പുറമക്കാർക്കല്ല അറിയാം, അയൽവാസിക്കാണ് അറിയാം. ഏത് കാര്യങ്ങളും അയാൾക്കാണ് അറിയുക. അതുകൊണ്ട് മരണം സംഭവിച്ചാൽ നീ അവിടെ സന്നിഹിതനാവണം.
ആ മനുഷ്യൻ നാട് വിട്ടു പോയിട്ടുണ്ട്, ഗൾഫിലാണ്, അല്ലെങ്കിൽ പേട്ടക്കാണ്, അല്ലെങ്കിൽ ചെന്നൈയിലാണ്. എന്നാൽ നീ ആ കുടുംബത്തെ നിന്റെ കുടുംബത്തെ പോലെ സംരക്ഷിക്കണം. ഓൻ വിദേശത്ത് പോയ സമയത്ത് ഓന്റെ പെണ്ണുങ്ങളോട് ലോകം വരാൻ നടക്കലല്ല. അള്ളാന്റെ റസൂല് പറയുകയാണ്, പടച്ചോനാണേ മൂമിനാകൂല, പടച്ചോനാണേ മൂമിനാകൂല, പടച്ചവനാണേ സത്യം മൂമിനാകൂല. നബി കെട്ടി ദേഷ്യം പിടിച്ചു, ആരും മിണ്ടിയില്ല, പേടിച്ചിട്ട്. ഒരു സഹാബി ചോദിച്ചു, ആരാ റബ്ബേ, ആരാണ് നബിയെ ഈ മൂമിനാകൂല എന്ന് പറഞ്ഞത്? ആര് മൂമിനാകൂല എന്നാണ് തങ്ങൾ പറയുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണ് മൂമിനാവാത്തെന്നറിയാമോ? ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. അയൽവാസികളുടെ ദുർനടപ്പ്, അയൽവാസിയുടെ ദുഷ്ടത പേടിക്കുന്ന അയൽവാസികളുള്ളിടത്തോളം കാലം ഒരിക്കലും അവൻ മൂമിനല്ല. എന്ന് പറഞ്ഞാൽ എന്നെ അയൽവാസികൾക്ക് പേടിയാ, എന്റെ ദുഷ്ട സ്വഭാവം അയൽവാസികൾ പേടിക്കുന്ന കാലത്തോളം ആ മനുഷ്യൻ മൂമിനെ അല്ല, മുഅ്മിനെ അല്ല. വല്ലാഹി 3 വട്ടം നബി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഗൾഫിൽ പോകുമ്പോൾ അവനൊരു നിർഭയത്വം വേണം. ഓ, എന്റെ അയൽവാസി ഇന്ന ആളാണ്, പേടിക്കണം. അയൽവാസി ഇന്നവനാണ്, പേടിക്കേണ്ടവൻ മുസ്ലിമാണ്, പടച്ചോനെ പേടിക്കുന്നവനാണ്. അതുകൊണ്ട് അവന്റെ സ്വന്തം ഭാര്യ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ എന്റെ ഭാര്യ മക്കളെ അവൻ സംരക്ഷിക്കും എന്ന നിർഭയത്വം ഒരു മനുഷ്യനിക്ക് വേണം. ആ നിർഭയത്വം നഷ്ടപ്പെട്ടാൽ ഇവൻ മുഅ്മിനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയൽവാസികൾക്ക് നിങ്ങളെ പേടി. വേറെ ഹദീസിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാം. ഒരാൾ നാട്ടിലേക്ക് വന്നു എന്ന് കേൾക്കുമ്പോൾ അയൽവാസി സന്തോഷിക്കണം. അതാണ് അയൽവാസി. ഓ മൂമിന, ഓൻ വന്നോ, ഈ പഹയം പോകുന്നത് വരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല, അവനാണെങ്കിൽ ഓ മൂമിനല്ല. വേറെ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ അയൽവാസി സ്ഥലത്തില്ലാതെ വരുമ്പോൾ നീ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കണം. കുടുംബത്തെ സംരക്ഷിക്കണം. ഭാര്യ, മക്കളെ, പെൺകുട്ടികൾ, നിന്റെ കുടുംബത്തെ പോലെ നീ കാത്തു സൂക്ഷിക്കണം. വളരെ സുഭദ്രമായി സതുപദേശം നൽകി, വളരെ ശ്രദ്ധിച്ച്, നല്ലൊരു അയൽക്കാരൻ, ഒരു കാവൽക്കാരൻ, ആ കുടുംബത്തിന് എന്തെങ്കിലും പോറലേൽക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന അയൽവാസിയാണോ നീ? എന്നാ നീ മൂമിനാണ്. 9-ാമത്തേത് പറയുന്നത്, വലാ തുദിഹി ബിഖുതാരി ഖിദിരിക ഇല്ലാ അൻ തഹ്ദിയ ഇലൈഹി. ഇത്ര ശ്രദ്ധിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, വലാ തുദിഹി, നീ അവനെ ബുദ്ധിമുട്ടാക്കരുത്. ബിഖുതാരി ഖിദിരിക, നിന്റെ അടുപ്പത്തെ ചട്ടിയിൽ നിന്നുള്ള മണം കൊണ്ട് അവനെ ബുദ്ധിമുട്ടാക്കരുത്. നീ അവനിക്ക് ഹദിയ കൊടുത്താൽ ഒഴികെ. നിന്റെ അടുപ്പത്തെ ചട്ടിയിൽ ഇങ്ങനെ ഇറച്ചി വേവിക്കുകയാണ്, മാംസം വേവിക്കുകയാണ്, അല്ലെങ്കിൽ രുചികരമായ മണം, ബിരിയാണിന്റെ മണം വരുന്നു, നെയ്ച്ചോറിന്റെ മണം വരുന്നു, നാടൻ കോഴി കറി വെക്കുന്ന മണം വരുന്നു. ആ ജാതി നല്ല സ്മെല്ല് കൊണ്ട്, നിന്റെ ചട്ടിയുടെ സ്മെല്ല് കൊണ്ട് അയൽവാസിയെ ദ്രോഹിക്കരുതേ. എന്താ പറഞ്ഞു? നിന്റെ ചട്ടിയുടെ മണം കൊണ്ട്, ഇറച്ചിന്റെയും നെയ്ച്ചോറിന്റെയും മണം കൊണ്ട് അയൽവാസിയെ ദ്രോഹിക്കരുത്. നീ ഹദിയ കൊടുത്താൽ ഒഴികെ. അങ്ങനെ വല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നല്ല സ്മെല്ല് അടുത്ത് പോവുകയാണെങ്കിൽ വേഗം ഒരു പാത്രം ഉണ്ടാക്കിയിട്ട്, എങ്ങനെയുണ്ട് ഞാൻ വെച്ച ബിരിയാണി നോക്കുന്നത്, ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ, ഫോൺ ചെയ്യണേ എന്നുകൊണ്ട് കൊണ്ടേ കൊടുത്തിട്ട് പോരാ. എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. അപ്പൊ അയലോക്കത്തും മണം ഉണ്ടെങ്കിലും ഇങ്ങേപ്പുറത്തുള്ളവർക്ക് വിഷമം ഉണ്ടാവും. ഇതുവരെ സൂക്ഷിക്കണം. നിന്റെ വീട്ടിൽ നല്ല മണം ഉണ്ടാകുമ്പോ അയൽവാസികളെ പരിഗണിക്കണം. നിന്റെ ചട്ടിയുടെ മണം കൊണ്ട് നീ അയൽവാസിയെ ദ്രോഹിക്കരുത്. റസൂലുള്ളാഹിന്റെ ഉപദേശ കടപ്പാടായി പറയുന്നത്. 10-ാമത്തേത്, അല്ലാ തത്തീല ബിനാ അലൈഹി, അവനേക്കാൾ നിന്റെ കെട്ടിടം പൊക്കരുത്. അവന്റെ കെട്ടിടത്തിലേക്ക് കാറ്റ് വരുന്നത് തടയുന്ന രൂപത്തിൽ, അവന്റെ കെട്ടിടത്തിന് മറയാകുന്ന രൂപത്തിൽ, അവന്റെ കെട്ടിടത്തിലേക്ക് വായു വരുന്നത് തടയുന്ന രൂപത്തിൽ ഒരിക്കലും നിന്റെ കെട്ടിടത്തെ ഉയർത്തരുത്. 11-ാമത്തേത്, നീ വല്ല ഫ്രൂട്ട്സുകളും വാങ്ങിയാൽ, പഴം വാങ്ങിയാൽ നീ അവനിക്ക് ഹദിയായിട്ട് കൊടുക്കണം. പഴം വാങ്ങുമ്പോൾ അവർക്കും ഹദിയ കൊടുക്കണം. അഥവാ ഹദിയ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആരും കാണാതെ രഹസ്യമായി വീട്ടിലേക്ക് കൊണ്ടുവരണം. വലാ യഖ്റുജു ബിഹാ വലദുക, അതുമായി നിന്റെ കുട്ടികൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുതേ. എത്ര ശ്രദ്ധിച്ചു റസൂലുള്ളാഹ്. നീ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് പോലത്തെ സാധനം കൊണ്ടുവരുമ്പോഴേ കൂട്ടുകാർ, അയൽവക്കക്കാർക്ക് കൊടുക്കണം. കൊടുക്കാനില്ലെങ്കിൽ സിറായിട്ട് രഹസ്യമായിട്ട് കൊണ്ടുവരണം. നിന്റെ കുട്ടികൾ അത് കടിച്ചെന്ന് പുറത്തിറങ്ങരുത്. അയൽവക്കത്തെ കുട്ടികൾ കാണുമ്പോൾ പൂർത്തിയുണ്ടാവും. ചിലപ്പോൾ അയൽവാസിക്ക് അത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലാന്ന് വരും.
ഒക്കെ ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠത്തിൻ്റെ അഞ്ചത്തിൻ്റെ മക്കൾ, ഒരാൾ കളിപ്പാട്ടം ഇങ്ങനെ കൊണ്ടുവരുന്നു, അതുകൊണ്ട് മറ്റേ കുട്ടികൾ കളിക്കുന്നു. അഞ്ചത്തിൻ്റെ മക്കൾ വരുമ്പോൾ കുട്ടികൾ തമ്മിൽ പ്രശ്നം അല്ലേ? ഒക്കെ അനുഭവിക്കുന്ന വിഷമാണ്. ചെയ്യരുത്. അയലോക്കക്കാർക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം, അല്ലെങ്കിൽ സിറായിട്ട് ചെയ്യണം. ചുരുക്കുക ഞാൻ 12 മങ്കാൻ ലഹു ജാറുൻ ഫീ ഹായത്തിൻ ഔ ശരീകുൻ ഫലാ യബിഉഹു ഹത്താ യുഅരിളഹു അലൈഹി. നിനക്കൊരു സ്വത്ത് വിൽക്കാനുണ്ടെങ്കിൽ അയൽവാസിയോട് ആദ്യം ചോദിക്കണം. അവൻ ആവശ്യമില്ലെങ്കിൽ മാത്രമേ പുറത്ത് വിൽക്കാവൂ. ഇവന് സങ്കടം, ഇങ്ങനെ സ്വത്ത് വിൽക്കാണ്ട് അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. എനിക്കത് കൂടുതൽ ഉപകാരമാകും. ഈ 12 കാര്യങ്ങൾ അയൽവാസിയുടെ കടമയായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. ഒരൊറ്റ ഹദീസും കൂടി. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയെ, എൻ്റെ നാട്ടിലൊരു പെണ്ണുണ്ട്. തഖൂമുൽ ലൈല വ തസൂമുൻ നഹാർ. രാത്രി മുഴുവനും നിസ്കാരമാണ്, പകലൊക്കെ നോമ്പാണ്. അങ്ങനത്തെ ഒരു പെണ്ണാണ്. രാത്രിയൊക്കെ നിസ്കാരം, പകലൊക്കെ നോമ്പ്, ഭയങ്കര ഖുർആനോത്ത്. പക്ഷേ തുഅദി ജീറാനഹാ ബിലിസാനിഹാ, നാവ് കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കും നബിയെ. നബി തങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഇന്നഹാ മിൻ അഹ്ലിന്നാർ. ആ പെണ്ണിൽ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല, അവൾ നരകത്തിലാണ്. ആര്? രാത്രി സുബഹിയോളം നിസ്കാരം, എന്നും സുന്നത്ത് നോമ്പ്. രാത്രി ഫുൾ നിസ്കാരം, എന്നും പകൽ സുന്നത്ത് നോമ്പ്. അങ്ങനത്തെ പെണ്ണിനെ പറ്റി നബി പറയുന്നു, ലാ ഖൈറ ഫീഹാ, ആ പെണ്ണിൽ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല, ഇന്നഹാ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിലാണ്. അതുകൊണ്ട് ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ നേരം പുലരുവോളം നിസ്കരിച്ചാലും എന്നും സുന്നത്തുവം പോറ്റാലും സ്വർഗത്തിൽ കടക്കൂല. ആര് പറയുന്നു? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നല്ല അയൽവാസി എന്ന ഈ മഹത്തായ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു.